ദിവസത്തിൽ കർത്താവെ ആത്മാവിൽ ആരാധിക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ പരിശുദ്ധ പിതാവെ ഞങ്ങൾക്ക് അപ്പ അങ്ങ് കൃപ നൽകി ഇത്രത്തോളം നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പ ഇനി കർത്താവെ ജീവന്റെ വചനം ഞങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ ഒരുക്കത്തോടുകൂടെ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അപ്പ ഞങ്ങളോട് സംസാരിക്കണമേ, ഇടപെടണമേ. സകല ഭാരങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങളെ ഉദ്ധരിച്ച അങ്ങയുടെ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് നൽകണമേ, ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ, യേശു ക്രിസ്തുവിന്റെ ഒരു പരിശുദ്ധ നാമം തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു ദിവസം കൂടെ അടുത്ത് വരുവാൻ തക്കവണ്ണം സ്വർഗം സഹായിച്ചതിനോ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു കർത്തൃ ദിവസത്തിൽ ഒരു ഞായറാഴ്ചയും കൂടെ അടുത്ത് വരുവാൻ സ്വർഗം സഹായിച്ചു. ദൂരതജാരത്തുമായി ദൈവദിനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം നമ്മൾ കേൾക്കാൻ ഇടയായി തീർന്നു, 10-ാം സങ്കീർത്തനം. അനവധി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നമ്മൾ കാണുവാനിടയായി. എന്നാൽ ഇന്ന് പകൽ നേരം നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ചില വചനങ്ങളിലേക്ക് നമുക്ക് തിരിക്കാം. റോമാലേഖനം 8-ാം അധ്യായം, സ്തോത്രം, അതിൻ്റെ 15-ാം വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് വായിക്കാം. ശബ്ദം എടുത്ത് വായിക്കട്ടെ. 8:15. നിങ്ങൾ പിന്നെ ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുന്ന ഈ ലേഖനത്തിൻ്റെ അകത്ത് മാനവരാശിയെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിലൂടെ പിതാവായി ദൈവം രക്ഷിച്ചെടുക്കേണ്ടതിന് പുത്രനെ കാൽവരിൽ തകർക്കപ്പെടുമ്പോൾ പുത്രൻ്റെ ശരീരയാഗത്തിൻ്റെ വില, സ്തോത്രം, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷകൾക്ക് മറുവിലയായി തീർന്നുകൊണ്ട്, സ്തോത്രം, നമ്മെ രക്ഷിക്കുന്ന വിധങ്ങളും വഴികളും നമ്മളെ നീതീകരിക്കുന്ന വഴികളെക്കുറിച്ചൊക്കെയാണ് വ്യക്തമായി നമ്മൾ ഈ റോമാലേഖനം നമ്മൾ പഠിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുന്നവർ, നമ്മൾ കുഞ്ഞാൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്, യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ നീതീകരണ വിധിക്കും ആ നീതീകരണ പദ്ധതിയിലൂടെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ, സ്തോത്രം, ഒരിക്കൽ നമ്മൾ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് സ്വർഗത്തിലെ പിതാവിനെ ദൈവമേ എന്ന് വിളിച്ച് മാത്രം പരിചരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അല്ലേ? ആര് പറഞ്ഞാലും സ്വർഗത്തിലൊരു ദൈവമുണ്ട്, സ്വർഗത്തിലൊരു ദൈവമുണ്ട്, ഒരുവനേ ഉള്ളൂ, അവനാ ദൈവം, ദൈവം, ദൈവം നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം ഏത് കാര്യത്തിനും പറയും. എന്നാൽ ആ സർവശക്തനായ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് നാം പ്രാപ്തി നമുക്ക് ലഭിച്ചത് നാം കർത്താവിൻ്റെ ഭവനത്തിൽ നാം വീണ്ടും ജനിച്ചത് കൊണ്ടാണ്. കർത്താവിൻ്റെ ഭവനത്തിൽ നാം വീണ്ടും ജനിച്ചത് കൊണ്ടാണ്, സ്തോത്രം, സ്വർഗീയ പിതാവിനെ നമ്മൾ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ പ്രാഗൽഭ്യം നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്നത്. നമുക്കൊരിക്കലും സ്വർഗീയ പിതാവിനെ, സ്വർഗത്തിലെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പ്രാഗൽഭ്യം നമ്മുടെ ഹൃദയത്തിലില്ലായിരുന്നു. അത് നമുക്ക് നൽകിയത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് നമ്മെ അതിന് പ്രാപ്തമാക്കുന്നത്. ആമേൻ. അപ്പോൾ ദൈവമക്കളായി തീർന്ന് നാം ദൈവമക്കളായി തീരുകയാണ് ചെയ്തത്. നമ്മൾ കോപത്തിന്റെ കോപപാത്രങ്ങളായിരുന്നു ഒരിക്കൽ, നമ്മൾ പാപത്തിലായിരുന്നു ഒരിക്കൽ, നമ്മൾ നമ്മുടെ ജഡമോഹങ്ങൾ അനുസരിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു ഒരിക്കൽ. അവിടെ നിന്ന് കർത്താവിന്റെ മക്കളായി തീർന്നത് നിമിത്തമാണ് കർത്താവ് സ്വർഗീയ പിതാവിനെ പിതാവ് എന്ന് യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ വിളിക്കുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ ഒരിക്കൽ നമ്മൾ ഭയത്തിന് കീഴിലായിരുന്നു, ഭീരുത്വത്തിന് കീഴിലായിരുന്നു. സ്തോത്രം, ഹാലൻ, നമ്മുടെ മനസാക്ഷി സകലത്തിനും നമ്മളെ കുറ്റം വിധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാ നിലവാരത്തിലും തകർന്ന ഒരു ജീവിതത്തിലായിരുന്നു നമ്മളായിരുന്നത്. എന്നാൽ അതിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തം മറുവിലയായി കൊടുത്ത് നമ്മളെ നേടിയത് നിമിത്തം, നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന നിമിത്തം മനസ്സിലാക്കണം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ ഇന്ന് സ്വർഗീയ പിതാവിനെ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിന് ആ പ്രാഗൽഭ്യം നൽകുവാനിടയായി തീർന്നു. ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ആരും ഇപ്പോൾ പാപികളല്ല. മനസ്സിലാക്കണം, ജന്മപാപം നമ്മളിലില്ല. അത് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടു പോയി. ആമേൻ. നമ്മെ കഴുകി ശുദ്ധീകരിച്ചിരിക്കുകയാണ്. നാം, സ്തോത്രം, ആദാമ്യ പാപം നമ്മളിൽ ഇപ്പോൾ ഇല്ല. മനസ്സിലാക്കണം, അത് ക്രിസ്തുയേശുവിനോട് കൂടെ, സ്തോത്രം, നാം നമ്മളുടെ പാപമനുഷ്യനെ അടക്കേണ്ടതിന് സ്നാനമേറ്റപ്പോൾ അവനോടുകൂടെ നമ്മുടെ ആദാമ്യ പാപം കഴുകപ്പെട്ടു.
ആമേൻ. ഹല്ലേലൂയ. നമ്മളിൽ പരിശുദ്ധാത്മാവിനെ നൽകിയപ്പോൾ നാം സ്വർഗീയ പിതാവിനെ പിതാവ് എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള പ്രാഗൽഭ്യം നമുക്ക് പരിശുദ്ധാത്മാവ് നൽകി. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ഇതിനൊക്കെയും പ്രാപ്തമാക്കേണ്ടതിന് പിതാവിന്റെ അനാദി നിത്യത പദ്ധതിയിലായിരുന്നു പുത്രനെ അയക്കുകയും പുത്രൻ മുഖാന്തരം നമുക്ക് പാപത്തിൽ നിന്ന് മോചനം നൽകുകയും നമ്മളെ വീണ്ടെടുക്കുകയും ചെയ്യണം, മക്കളെന്ന അവകാശം നൽകുക എന്നുള്ള ആ വലിയ പദ്ധതി ദൈവത്തിന്റെ അനാദി പദ്ധതിയായിരുന്നു. ആമേൻ. അപ്പോൾ ആ പദ്ധതി പ്രകാരമാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മളുടെ ശ്രമം കൊണ്ടോ നേടുന്നതല്ല നമ്മൾ ഈ കൃപയെന്ന് പറയുന്നത്. ഇത് കർത്താവിന്റെ കരുണയാൽ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, പരിശുദ്ധാത്മാവില്ലാതെ നമ്മൾ അവന്റെ ദയയിൽ ആശ്രയിച്ചത് കൊണ്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്ത് നാളിൽ അലലിയ ശിഷ്യഗണങ്ങളും കൂടിയിരുന്ന 120 പേരും പ്രാപിച്ചതുപോലെ പരിശുദ്ധാത്മാവിൽ നിറയുകയും അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും അലലിയ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷകളിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അലലിയ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? നാം ഈ സ്വർഗീയ പിതാവിലെ കർത്താവിന്റെ ഭവനത്തിലേക്ക്, സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ. സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. നമ്മളെ മടക്കി കൊണ്ടുവന്നു ആരാ? നമ്മളെ മടക്കി കൊണ്ടുവന്നു ആരാ? ആരാ? മടങ്ങി വന്നവർക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ. മടക്കി കൊണ്ടുവന്ന ആരാണ്? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നു. നമ്മളെ മടക്കി കൊണ്ടുവന്നത് ആരാണ്? ആരാണ്? ചോദ്യം നിലനിൽക്കുക. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ മടക്കി, നമ്മളുടെ പാപത്തിന് പരിഹാരം നൽകി നമ്മളെ മടക്കി കൊണ്ടുവന്നു. ആരാണ് അത് മടക്കി കൊണ്ടുവന്നേ? അല്ല, പരിശുദ്ധാത്മാവ്. അതാ ഞാൻ പറഞ്ഞത്, പ്രാപിച്ചിട്ടുണ്ടെങ്കിലേ പറയാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലേ നമുക്ക് ക്രിസ്തുവിനുള്ളത് നമുക്ക് എടുത്തു തരത്തുള്ളൂ, ക്രിസ്തുവിനുള്ളത് നമുക്ക് നൽകത്തുള്ളൂ. ആമേൻ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമാ ആ പ്രാഗൽഭ്യം ജീവിതത്തിൽ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലാക്കണം, നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം. ആമേൻ, സ്തോത്രം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം മുതൽ വായിച്ചേ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴിനടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു. കണ്ടോ എന്താണ് അവിടെ വായിക്കുന്നത്? അവൻ ആരാണ്? അവൻ ആരാണ്? പരിശുദ്ധാത്മാവ്. എനിക്കെന്ന് പറയുന്ന ആരാണ്? കർത്താവ് യേശു ക്രിസ്തുവിനുള്ളത് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. മനസ്സിലായോ? പിതാവിനുള്ളതെല്ലാം പുത്രനുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പുത്രനുള്ളത് എടുത്ത് നമുക്ക് അറിയിച്ചു തരും. ഒരു കാര്യം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ദൈവവചനം, പുത്രനാകുന്ന യേശു ക്രിസ്തു പറഞ്ഞ വചനം പരിശുദ്ധാത്മാവ് എടുത്ത് രക്ഷിക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തും. മനസ്സിലായോ? ഈ അനുഭവം ഉള്ളവനാ രക്ഷിക്കപ്പെട്ടവൻ. ഈ അനുഭവത്തിൽ നടക്കുന്നവർ മാത്രമാണ് രക്ഷിക്കപ്പെട്ടവര്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പുത്രനുള്ളത് എടുത്ത് നമുക്ക് അറിയിച്ചു തരും. പുത്രൻ പറഞ്ഞ വചനങ്ങൾ വെളിപ്പെടുത്തും. പുത്രൻ പറഞ്ഞതിന്റെ കാരണം വെളിപ്പെടുത്തും. പിതാവിൽ നിന്ന് പുത്രൻ കണ്ട് നമുക്ക് വെളിപ്പെടുത്തും. കാരണം പുത്രനാകുന്ന യേശു ക്രിസ്തുവാണ് പിതാവിന്റെ അടുക്കൽ നിന്ന് പരിശുദ്ധാത്മാവെന്ന കാര്യത്തിനെ നമുക്ക് അയച്ചു തരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ സ്തോത്രം അതിന്റെ 7 വായിച്ച്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു സത്യം പറയുന്നു. കണ്ടോ എന്തുകൊണ്ടാണ് പ്രയോജനം?
മനസ്സിലാക്കണം, നമ്മളിൽ ഭീരുത്വത്തിന്റെ ആത്മാവായിരുന്നു. രക്ഷിക്കപ്പെടാത്ത സകല മനുഷ്യരിലും ഇന്നും ഭീരുത്വത്തിന്റെ ആത്മാവാണ്, ഭയത്തിന്റെ ആത്മാവാണ്, ലോകത്തിന്റെ ആത്മാവാണ്, പാപത്തിന്റെ ആത്മാവാണ് ഇരിക്കുന്നത്. അവരെ അത് നടത്തിക്കൊണ്ടു പോവുകയാണ്. ഹല്ലേലൂയ. എന്നാൽ മനസ്സിലാക്കണം, അതിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് വിടുതൽ വന്നത് എങ്ങനെയാണ്? നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു, നമ്മുടെ പാപത്തിന്റെ കറകൾ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടു. അങ്ങനെ നമ്മൾ അന്യരും പരദേശികളുമായിരുന്ന നമ്മെ കർത്താവിന്റെ ഭവനത്തിൽ ജനിപ്പിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ തന്നപ്പോൾ നാം വീണ്ടും ജനനം പ്രാപിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ നാം വീണ്ടും ജനനം പ്രാപിച്ചു. ഹല്ലേലൂയ. നാം വീണ്ടും ജനിച്ചു. വീണ്ടും ജനിച്ച നമ്മുടെ ഹൃദയത്തിലാണോ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്? ആമേൻ. ദൈവഭവനത്തിൽ ജനിച്ചു. നമ്മൾ ലോകത്തിൽ ഒരു അപ്പനും അമ്മയ്ക്കും ജനിച്ചെങ്കിൽ അത് ജഡപ്രകാരമുള്ള ജനനം, അതല്ല. പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കണം. വീണ്ടും ജനനം ആത്മാവിലാണ്. ആത്മാവിൽ ജനിച്ചെങ്കിൽ മാത്രമാ സ്വർഗത്തിലെ പിതാവ് നിനക്ക് പിതാവായിട്ടിരിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഏത് പ്രതിസന്ധികളുടെയും വേദനകളുടെയും കണ്ണുനീരിന്റെയും നടുവില അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ നിനക്ക് സ്വർഗത്തിലെ പിതാവിന്റെ ശബ്ദം കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് പുത്രന്റെ നിന്ന് ദൈവത്തിന്റെ വചനം നിനക്ക് വെളിപ്പെടുത്തി തരും. മനസ്സിലാകുന്നുണ്ടോ? നാം ഭാരത്തിന്റെ നടുവിൽ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും ഭാരപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രം ലഭിക്കുന്നതാണ് ദൈവശബ്ദം. അവർ കേൾക്കും. പരിശുദ്ധാത്മാവുള്ളവർ മാത്രമാണ് ദൈവശബ്ദം കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവശബ്ദം നമ്മെ നടത്തണം, ദൈവശബ്ദം നമ്മെ പരിപാലിക്കണം, നമ്മളെ പോറ്റി വളർത്തണം. ഈ അനുഭവത്തിൽ നമ്മൾ മുന്നേറിയെങ്കിൽ മാത്രമേ ആത്മാവിലുള്ള ഒരു വളർച്ച ജീവിതത്തിൽ വരത്തുള്ളൂ. മനസ്സിലാക്കണം, ആത്മാവിൽ വളർച്ച പ്രാപിച്ചവർക്ക് മാത്രമാണ് അക്കരെ നാട്ടിൽ പോകുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ പോവുകയല്ല, കൊണ്ടുപോകത്തുള്ളൂ. വളർച്ച വന്നവരെ കൊണ്ടുപോകാനാണ് യേശു ക്രിസ്തു വരുന്നത്. ഹല്ലേലൂയ. ആത്മീകമായ വളർച്ചയില്ലാതെ മൊരടിച്ച അനുഭവത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് പോലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അനേകർക്ക് ഇപ്പോഴും അത് അറിയത്തില്ല, പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ല. ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കണം, കൈക്കൊള്ളണം. കൈക്കൊള്ളാത്തൊരു വ്യക്തിക്ക് പോലും കർത്താവിന്റെ സ്നേഹത്തിലും ആശ്വാസത്തിലും ഇരിക്കുവാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. അപ്പോൾ നാം വീണ്ടും ജനനം നമ്മൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മശക്തിയോടുകൂടെ നമ്മൾ വളർച്ച വന്നെങ്കിൽ മാത്രമേ നമ്മൾ അക്കരെ നാട്ടിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ഈ കേട്ട വചനങ്ങളല്ല നമ്മുടെ ജീവിതത്തിന്റെ ആത്മീകമായ വളർച്ചയ്ക്ക് അതെല്ലാം കാരണമായി തീരുകയാണ്. വായിച്ചാട്ടെ, വീണ്ടും വായിച്ചാട്ടെ. ശ്രദ്ധിക്കണം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ നമ്മൾ വീണു പോകാതെ വണ്ണം നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഏതൊരു കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അതിൽ ദൈവഹിതമുണ്ടോ, അത് പാപത്തിലേക്കാണോ നടത്തുന്നത്, എന്റെ വാക്കുകൾ, പ്രവർത്തികൾ, ചിന്തകൾ, തീരുമാനങ്ങൾ, എന്റെ കുടുംബത്തിലുള്ളവരെല്ലാം ഏത് വിധത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് ആത്മാവിൽ വിവേചിച്ചു മനസ്സിലാക്കണം. അത് മാത്രമല്ല, ആ ജീവിത ശൈലിയിൽ, അതായത് ക്രിസ്തുവിന് നമ്മുടെ ഭവനങ്ങളിൽ ഇടമുണ്ടെങ്കിൽ മാത്രമാണ്, ദൈവാത്മാവിന് ഇടപെടുവാൻ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തു നമ്മുടെ വീട്ടിൽ വസിക്കത്തുള്ളൂ. മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവില്ലാത്ത ഒരു ഗ്രഹനാഥനാണ് വീട്ടിലുള്ളതെങ്കിൽ ആ വ്യക്തി മുഖാന്തരം ദൈവത്തിന്റെ സാന്നിധ്യം ആ ഭവനത്തിൽ കാണത്തില്ല. അഭിഷേകമില്ലാത്തൊരു മാതാവാണ് ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കത്തില്ല. അഭിഷേകമില്ലാത്ത മക്കളാണ് കുടുംബത്തിലുള്ളതെങ്കിൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം വസിക്കുന്നില്ല. അവിടെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ലോകപ്രകാരമുള്ള തീരുമാനങ്ങളായിരിക്കും. അവിടെ സംസോത്രം എടുക്കുന്ന കാര്യങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലോകമായിട്ട് നല്ല ബന്ധമുള്ള കാര്യമായിട്ടാണ് നടക്കുന്നത്. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഹല്ലേലൂയ വിലയില്ല, ദൈവ ശബ്ദത്തിന് ഇടമില്ല, ദൈവത്തിന്റെ ആത്മാവിലുള്ള ആരാധനയ്ക്ക് സാന്നിധ്യമില്ല. അതിന് കാരണം അവിടെ ഉള്ളവർ ആത്മാവിൽ ജനിക്കാത്തത് കൊണ്ടാണ്. വായിച്ചേ, തുറന്നു വായിച്ചേ. ലോകത്തിന് ബോധം വരുത്തും. അടുത്തത് കണ്ടോ? അടുത്തത് നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും
ഈ ലോകത്തിന്റെ പ്രഭു രക്ഷിക്കപ്പെട്ടിരിക്കുന്നുണ്ട്, ന്യായവിധിയെക്കുറിച്ചും തന്നെ. സ്തോത്രം. ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കുവാൻ കഴിയില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴിനടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. കണ്ടോ? അപ്പോ വരുവാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണത് പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെ? ഒന്നും കൂടെ വായിച്ചേ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും. കണ്ടോ? ചില സത്യങ്ങളിൽ സകല സത്യത്തിലും. പരിശുദ്ധാത്മാവ് വന്ന ഒരു വ്യക്തിക്ക് വ്യാജം കാണിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് വന്ന വ്യക്തിക്ക് തിന്മ പ്രവർത്തിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് വന്ന വ്യക്തിക്ക് തെറ്റായ ന്യായം വിധിക്കാൻ കഴിയത്തില്ല. പക്ഷപാതമില്ല അവർക്ക്. മനസ്സിലാക്കണം. എവിടെയാ പക്ഷപാതം? എവിടെയാണ് സ്തോത്രം ഹല്ലേലൂയ ചേരുതിരിവുള്ളത്? അവിടെയൊന്നും ദൈവാത്മാവിൽ അങ്ങനെയുള്ളവര് ആരും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നില്ല. ന്യായവും സത്യവുമായ കാര്യങ്ങൾ സംസാരിക്കണം. അതായത് ഏതൊരു കാര്യവും ഇതിൽ ന്യായമേത്, നീതിയേത്, സത്യമേതെന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപയുള്ളവർക്ക് അത് കാണത്തുള്ളൂ. ഇതുവരെ വീണ്ടും ജനിക്കാത്തവൻ പാരമ്പര്യ സ്വഭാവത്തിൽ ഇരുന്നു കൊണ്ട് അവന്റെ കാർന്നോമാരും കാർന്നോത്തിമാരും പറഞ്ഞു പഠിപ്പിച്ചത് അതുപോലെ ചെയ്താൽ അതിന്റെ അവസാനം നിത്യ നരകത്തിലായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ സ്തോത്രം, വീണ്ടും ജനനമില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ദൈവാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അപ്പനാകട്ടെ, അമ്മയാകട്ടെ, മക്കളാകട്ടെ, പലരിലും ദൈവാത്മാവിന്റെ കൃപയില്ല. ഏതെങ്കിലും ഒരു വ്യക്തി പ്രാർത്ഥിക്കും, ആ വ്യക്തി എല്ലാ രീതിയിലും ഒറ്റപ്പെട്ട് കിടക്കും, എല്ലാ പീഡനവും നിന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അവരെല്ലാ കാര്യത്തിലും ഒറ്റപ്പെട്ട അനുഭവത്തിലായിരിക്കും പോകുന്നത്. കാര്യം മറ്റുള്ളവരിൽ ആ അഭിഷേകം ഇല്ലാത്തത് കൊണ്ട്, അഭിഷേകം ഉള്ളവൻ ആ ഭവനത്തിൽ ഒറ്റപ്പെടും. പേരുകൊണ്ട് പെന്തക്കോസുകാരാ വീടടക്കം മുഴുവനും. പക്ഷേ രക്ഷിക്കപ്പെട്ടവൻ ഒരുവനേ ഉള്ളൂ, ബാക്കിയെല്ലാം പെന്തക്കോസുകാരാ. രക്ഷിക്കപ്പെട്ട ഒരുത്തനേ ഉള്ളൂ കാണത്തുള്ളൂ, ബാക്കിയെല്ലാം പെന്തക്കോസുകാരാ. കാഹളം നേരിക്കുമ്പോ രക്ഷിക്കപ്പെട്ടവൻ പോകും, പെന്തക്കോസുകാരൻ ഇവിടെ കാണും. മനസ്സിലാകുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടവനാകണം, രക്ഷിക്കപ്പെട്ടവനാകണം. രക്ഷിക്കപ്പെടാതെ ജീവിക്കരുത്. നീ ഏതൊരു പ്രവൃത്തി ചെയ്താലും നീ ദൈവസന്നിധിയിലേക്ക്, നിന്റെ വാക്കുകളും പ്രവൃത്തികളും നിരൂപണങ്ങളും നിമിത്തം നീ ദൈവസന്നിധിയിലേക്ക് തന്റെ വികാരങ്ങളും ദൈവസന്നിധി വെച്ച് പരിശോധിക്കുന്നവനാണ് ആത്മാവ് പ്രാപിച്ചവൻ. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവുള്ളവരെ അത് ചെയ്യത്തുള്ളൂ. അവൻ എന്തെങ്കിലും ചെയ്ത ദൈവസന്നിധിയിലേക്കാണ് ഓടിച്ചെല്ലുന്നത്. കർത്താവേ, ഞാൻ ഇന്നത് പറഞ്ഞു പോയി, ഇന്നത് ചെയ്തു പോയി, ഇന്നത് എന്തായി തീരുമെന്ന് ദൈവസന്നിധി യാതൊരുതയോടെ കണ്ണുനീരോടെ ഇരിക്കുമ്പോൾ ദൈവം അവനോട് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ചിലരെന്താണെന്നറിയാമോ? വിടാത്ത ദുഃഖം എന്നാന്നറിയാം ചിലർക്ക്. ഒരിക്കലും മാറാത്ത ഉള്ളിലെ വേദന എന്നാന്ന്, ഇതുവരെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നില്ല. ഇല്ല. ഹല്ലേലൂയ. മനസ്സിലാക്കണം, നമുക്ക് അന്നേക്കുള്ളത് തരാന്ന ദൈവം പറഞ്ഞേക്കുന്നത് അല്ലേ? നമ്മളുടെ കോടിക്കണക്ക് പൈസ തന്നിട്ട് നീ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി വിടുന്നവനല്ല ദൈവം. നിന്റെ കയ്യിൽ എന്തെങ്കിലും അന്യായമായി അധികമായി തന്ന നീ ദൈവസന്നിധിയിൽ നിന്ന് വഴി വിട്ടു പോകാനിടയുണ്ട് അല്ലേ? ഹല്ലേലൂയ. അതിന് സാധ്യത ഏറെയാണ്. ഒന്ന്. രണ്ടാമത് മറ്റൊരു കാര്യം, ഹല്ലേലൂയ, കർത്താവ് കുഞ്ഞാന്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നെങ്കിൽ, പിതാവ് നമ്മളെ പുത്രനാകുന്ന യേശുക്രിസ്തു രക്തത്താൽ വീണ്ടെടുത്തിരിക്കുന്നെങ്കിൽ നമ്മൾ നഷ്ടമായി പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പല ഇല്ലായ്മകൾ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നത്. കാരണം എന്നാണെന്നറിയാവോ? നമ്മളുടെ കയ്യിൽ സമൃദ്ധിയാണേ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല, കിടന്നുറങ്ങും. ആ ദൈവത്തിനറിയാം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സുരക്ഷിതം ഉണ്ടെങ്കിൽ, എല്ലാ കാര്യവും ഓക്കെ ആണെങ്കിൽ നമുക്ക് സുഖകാര്യം ദൈവത്തെ കുറിച്ച് ചിന്തിക്കില്ല. കാര്യം എന്നെ വേണമെങ്കിൽ ദൈവമേ നീ ഇങ്ങ് വന്ന് എന്നെ കണ്ട. ഇത് മലയാളികളുടെ ഒരു സ്വഭാവമാണിത്. എല്ലാ കാര്യവും ഓക്കെ ആണ്, പിന്നെ ദൈവം പുറകെ നടന്നോടും. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. നമ്മളെ കർത്താവ് രക്ഷിച്ചത് ഈ ലോകത്തിൽ നശിപ്പിക്കാനല്ല. അതുകൊണ്ട് ഇവിടെ കുറെ കുറവുകളും ഇല്ലായ്മകളും വരുമ്പോൾ ദൈവവുമായിട്ടുള്ള ഊഷ്മള ബന്ധം നമ്മളിൽ നിലനിർത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് അതിന് കാരണം.
ജീവിതത്തിൽ അതാണ് കുറവുകൾ വരുന്നത്. രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതിന് മുമ്പ് എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് നടന്നു. പക്ഷേ കൃപയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പല പ്രശ്നങ്ങൾ കടന്നു വന്നു, ഇല്ലായ്മകൾ കടന്നു വന്നു, രോഗങ്ങൾ കടന്നു വന്നു, പ്രതിസന്ധികൾ കടന്നു വന്നു, ശത്രുത്വങ്ങൾ വളർന്നു വന്നു. കാരണം എന്നാ? നാം ദൈവത്തിലേക്ക് അടുത്തു വരണം. ദൈവത്തിന് എന്നോട് എന്തൊക്കെയോ സംസാരിക്കുവാനുണ്ട്, എന്നോട് ഇടപെടുവാനുണ്ട്, എന്നെ പഠിപ്പിക്കുവാനുണ്ട്. അതുകൊണ്ടാണ് പ്രതിസന്ധികൾ പലതും ജീവിതത്തിൽ നിന്ന് മാറാത്തത്. ഹല്ലേലൂയ. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് നാം ദൈവത്തെ അന്വേഷിക്കുന്നില്ല. അന്വേഷിക്കത്തില്ല. എവിടെ അന്വേഷിക്കുവാൻ? ഇവിടെ അന്വേഷിക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാനിപ്പോ ഓർക്കുന്നു, സഹോദരൻ, ഒരു പാസ്റ്റർ പ്രസംഗത്തിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു തലമുറ, സ്തോത്രം, ഹാളലി, 80കളിലും 70കളിലും 80കളിലും 90കളിലൊക്കെ ഉള്ള ഒരു തലമുറ, പെന്തക്കോസിലെ ഒരു തലമുറ ശക്തമായി തലമുറയെ ഓർത്ത് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ തലമുറയെ അനുഗ്രഹിക്കണം, ഉയർത്തണം, മാനിക്കണം, രാജ്യത്തിന്റെ ദേശത്തിന്റെ നടുവിൽ ഉയർത്തണം എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ദൈവം ആ മറുപടി കേട്ടു. ആ ഉത്തരം നൽകി കർത്താവ് എന്ത് ചെയ്തു? തലമുറകളെ അങ്ങ് അയച്ച് എല്ലാവിധ അഭിവൃദ്ധിയും തന്നു. അവരവിടെ പോയി ഉയർന്നു, എല്ലാ കാര്യവും നടന്നു, അല്ലേ? അത് കഴിഞ്ഞ് ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആ ദൈവത്തെ സേവിക്കാൻ ആ തലമുറയോ അവരുടെ മക്കളോ കൊച്ചുമക്കളോ ദൈവനാമത്തിന് വേണ്ടിയില്ല. രക്ഷിച്ചു കൊണ്ടുപോയതിന്റെ ദോഷം മനസ്സിലായോ? പ്രാർത്ഥിച്ച് അക്കരനാട് കടത്തിയപ്പോ അവർ ദൈവനാമത്തിന് വേണ്ടി പോലും നിൽക്കാൻ പോലും തയ്യാറല്ല. ഏറ്റവും ജനസംഖ്യയുള്ള ഇന്ത്യ മഹാരാജ്യത്തില് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ പ്രാർത്ഥിച്ചയച്ച ഒരുവന്റെയും തലമുറ മടങ്ങി വന്ന് ഇവിടെ ദൈവവേല ചെയ്തിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്തു കർത്താവിനറിയ എങ്ങനെ മടക്കി കൊണ്ടുവരണമെന്നുള്ളത്. ഇപ്പൊ പ്രാർത്ഥന, ഞാൻ പറയാം, ഇപ്പൊ പ്രാർത്ഥന നല്ല ആത്മീയമായിരിക്കും. ഇപ്പൊ ദൂതുമായിട്ട് ഇപ്പൊ പ്രോസ്പെരിറ്റി പറഞ്ഞുകൊടുത്താൽ നടക്കില്ല. കാര്യം പ്രോസ്പെരിറ്റി കേട്ട അങ്ങോട്ട് ചാടിയത്. ഇപ്പൊ തിരിച്ചു വരാൻ പോവുക. ഇനി പ്രോസ്പെരിറ്റി കേട്ട് പോകുമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാര്യം വേറെ ചില മനുഷ്യരും കൂടെ വിചാരിക്കണം ഈ പ്രോസ്പെരിറ്റി തിയോളജി ശരിയാവണമെന്ന്. മനസ്സിലാക്കണമേ, ദൈവനാമത്തിന് നേരെ നിന്നു കഴിഞ്ഞാൽ കർത്താവ് എതിരായിട്ട് തന്നെ നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് മനസ്സിലാക്കണം, ജീവിതത്തിൽ ചില ഇല്ലായ്മകൾ വരുമ്പോൾ നമ്മൾ അതിന്റെ നടുവിൽ കർത്താവ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കണം. വീണ്ടും നമ്മുടെ ബന്ധം നഷ്ടമായി പോകരുത്. പലപ്പോഴും പല കാര്യങ്ങള്, എന്റെ കാര്യം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിൽ പെൻഡിങ്ങാ, അല്ലെ? പല കാര്യങ്ങളും അത് വീണ്ടും വീണ്ടും പെൻഡിങ് ആകുകയാണ്. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ നടത്തുന്നു. അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കാറുണ്ട്, എന്നെ നടത്തുകയാണ്. ഹല്ലേലൂയ. ലോകത്തിൽ എന്തെങ്കിലും ആകുന്നതല്ല വലുത്. കാഹളം തൊനിക്കുമ്പോ അങ്ങ് പോകണം, അക്കരെ നാട്ടി പോകണം, ദൈവരാജ്യത്തിൽ ചെല്ലണം. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. സ്വർഗരാജ്യം അവകാശമായി തീരാനാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം ഈസിയാ. പക്ഷെ ദൈവരാജ്യത്തിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വില കൊടുത്ത് ജീവിക്കാതെ ഒരുവനും അക്കരെ ചെല്ലുമെന്ന് വിചാരിക്കണ്ട. മനസ്സിലാക്കണം. ഹല്ലേലൂയ. വായിച്ചേ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വായിച്ചേ, തുറന്നു വായിച്ചേ. എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അതുകൊണ്ട് അത്രേ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവ്, സ്തോത്രം, ഹല്ലേലൂയ, പുത്രനാകുന്ന യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങൾ പരിശുദ്ധാത്മാവ് എടുത്ത് നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ചില സാഹചര്യങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത വചനം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കണം, ആ വിഷയത്തിൽ ദൈവാത്മാവ് ഇടപെടുന്നത് ആ വിധത്തിലാണ്. ഒരുപക്ഷെ എന്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോയിരിക്കാം, എന്റെ വഴികൾ തെറ്റിപ്പോയിരിക്കാം. അങ്ങനെ നടന്നു പോകുന്ന എന്റെ ജീവിതത്തില് പരിശുദ്ധാത്മാവ് ഇടപെട്ട് സംസാരിക്കുന്നു. ചില മേഖലകളിൽ ചില ഡീവിയേഷനുകൾ ആവശ്യമാണ്. ചില റൂട്ടുകൾ ചില കറക്റ്റ് ചെയ്യാനുണ്ട്, ചില തീരുമാനങ്ങളൊന്നും മാറ്റി എഴുതാനുണ്ട്. ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ദൈവാത്മാവിന്റെ ഹിതത്തിന് വിധേയപ്പെടുത്തിയാൽ അത് ദൈവമഹത്വത്തിന് ഇടയായി തീരും. ഹല്ലേലൂയ. എന്നാൽ മനസ്സിലാക്കണം, ചില സമയങ്ങളില് നാം ദൈവാത്മാവിന്റെ വഴികളിൽ നമ്മൾ നടക്കാതെയും ദൈവാത്മാവിന്റെ പദ്ധതിയിൽ കേൾക്കാതെ ചിലർ ജഡത്തിലായി പോകുന്ന ചില സമയങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ എപ്പോഴും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണമെന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ 4-ാം അധ്യായം, ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4:1 മുതൽ നമ്മളിവിടെ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന വാക്യം ഒരു ഭാഗം നമുക്ക് അവിടെ കാണാം. പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യം, അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും
വിശേഷതയുള്ളവനല്ല. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഹല്ലേലൂയ. നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നെങ്കിലും ദൈവാത്മാവിന്റെ ഹിതങ്ങളും വഴികളും നമ്മൾ അറിയേണ്ടതിനാണ് നമ്മെ അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതറിയാതെ നമ്മൾ ജീവിച്ച് മുമ്പോട്ട് പോയാൽ എന്ത് സംഭവിക്കും? ഈ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുന്ന അവകാശിയാണ് നമ്മൾ ഓരോരുത്തരും, ഇല്ലേ? പക്ഷെ അവകാശിയാണ്, സർവത്തിനും യജമാനനാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ആത്മീകമായ വളർച്ച വരാതെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ദാസനേക്കാൾ, ആരാ ദാസത്വത്തിന്റെ ആത്മാവിൽ ഇരിക്കുന്നത്? ലോകരല്ലേ? ലോകരേക്കാൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ലെന്ന്. എങ്ങനെ ഇരിക്കുന്നു? ഹല്ലേലൂയ. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഞാനൊരു പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം സംസാരിക്കുന്നത്. നാം പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നെങ്കിലും ദൈവാത്മാവിനെ അനുസരിച്ച് നമ്മൾ നടന്നില്ലെങ്കിൽ നമ്മൾ ലോകരെ പോലെ തന്നെ ജീവിക്കും. ഒരു മാറ്റവും വേണ്ട. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം, നാം ഇടുക്കോ ഞെരുക്കോ ഉള്ള പാത കണ്ടെത്തുന്ന എപ്പോഴാണെന്നറിയാവോ? നാം രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുമ്പോൾ നമ്മളെ അതിന് ഒരുക്കുകയാണ്. അഭിഷേകം അതിന്റെ പ്രൈമറി സ്റ്റേജാണ്. നമ്മൾ ഇനിയാണ് നടക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും, ഓരോ ടേണിങ്ങിലും നമ്മൾ ദൈവാത്മാവിന്റെ ആലോചന കേട്ടേ നമ്മൾ നിൽക്കാവുള്ളൂ. അവിടെ പലപ്പോഴും നമ്മൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആലോചന കേൾക്കുകയോ ദൈവാത്മാവിന്റെ ഹിതം അറിയുകയോ ചെയ്യാതെ നമ്മൾ സ്റ്റെപ്പ് വെച്ചാൽ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ലാതായി പോകും. ചിന്തിച്ചേ, അഭിഷേകം പ്രാപിച്ചു, വചനമുണ്ട്, നമ്മൾ സ്വന്തം ദൈവോഹിതനാണ്. പക്ഷേ നമ്മൾ ആത്മാവിന്റെ ആലോചന കേൾക്കാതെ പോയാൽ ലോകരെ പോലെ മാത്രം ജീവിതം അവശേഷിക്കേണ്ടി വരുമോ? ഇത് ചിന്തിക്കണം. ഇത് പലപ്പോഴും ചിന്തിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം വേണം. ഏതൊരു കാര്യത്തിനും ദൈവാത്മാവിന്റെ ആലോചന അറിയണം. കർത്താവേ എന്നോട് സംസാരിക്കണം, പിതാവേ എന്നെ മടക്കി കൊണ്ടുവരണം. ഏതു നേരത്തും അവസാനിക്കാത്തൊരു പ്രാർത്ഥനയുണ്ടെങ്കിൽ പിതാവേ എന്നെ മടക്കി വരുത്തണമെന്ന് മാത്രമാണത്. ആ പ്രാർത്ഥനയാണ് നിലനിൽക്കേണ്ടത്. പിതാവേ എന്നെ മടക്കി കൊണ്ടുവരണം, എന്നെ മടക്കി കൊണ്ടുവരണം, എന്നെ പുനഃസ്ഥാപിക്കണമേ കർത്താവേ, എന്നെ ഉറപ്പിക്കണമേ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവ ശബ്ദത്തിനായിട്ട് കാത്തിരിക്കണം. മുൻവിധികളെല്ലാം കളയണം. ഒന്നാമത് വേണ്ടത് മുൻവിധികൾ കളയണം. 1, എന്റെ ആഗ്രഹങ്ങൾ കളയണം. 2, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ വിടണം. 3, എന്റെ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തണം. അതെന്തു തന്നെ ആയിരുന്നാലും അതിനു വേണ്ടി എന്റെ മനസ്സ്, ശരീരവും എന്റെ ജീവിതവും സജ്ജമാക്കണം. ഹല്ലേലൂയ. എല്ലാ അജണ്ടകളും മാറ്റണമെന്നേ, എങ്കിലേ ദൈവശബ്ദം കേൾക്കത്തുള്ളൂ. നമ്മുടെ അജണ്ടകളെല്ലാം മാറ്റണം. ദൈവാത്മാവിന്റെ ആലോചന അനുസരിച്ച് പോകണം. ഒരു കാര്യം ഞാൻ പറയാം, പരിശുദ്ധാത്മാവിന്റെ കൃപയില്ലാതെ ഒരു വ്യക്തി അക്കരെ നാട് ചെല്ലത്തില്ല. പരിശുദ്ധാത്മാവിൽ നടത്തപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമാണ് ദൈവരാജ്യത്തിൽ ചെന്നാൽ എന്നെ നടത്തിയവന്റെ മുമ്പിൽ ഞാനിതാ നിൽക്കുകയാണ്. ജഡത്തിലല്ല, ആത്മാവിൽ നടത്തിയവനെ, ആത്മാവാകുന്ന കർത്താവിനെ ആത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവന്റെ മുഖത്തിലെ മുഖശോഭ നമ്മുടെ മുഖത്തിൽ പ്രതിബിംബിക്കുവാൻ ഇടയായി തീരും. ഈ ഭാഗ്യത്തിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറന്നു പോകരുത് ഒരിക്കലും. ഹല്ലേലൂയ. നമ്മളെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? നമ്മൾ ഇന്ന് വിശ്വാസത്താൽ നമ്മൾ കാണുന്ന, അന്ന് നമ്മൾ കർത്താവിന്റെ മുഖം കണ്ടവനെ ആരാധിക്കും, അല്ലേ? പണ്ട് നമ്മൾ ശക്തമായിട്ട് പാടി ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു പാട്ടാണ്, അല്ലേ? ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്ന് നാഥൻ മുഖം കണ്ട് ആരാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ നിന്നുള്ള വചനം നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി നമ്മളത് വിശ്വസിക്കുവാൻ റെഡിയാണെങ്കിൽ മാത്രമാ നമ്മളുടെ ക്രിസ്തീയ ജീവിതം ഊഷ്മളമായി, അല്ലെങ്കിൽ അനുഗ്രഹമായി നിലനിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഭയങ്കര കഷ്ടത്തിലേക്ക് ചെന്നെത്തും. നമ്മൾ ദാസ്യത്വത്തിലേക്ക് വീണു പോകരുത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് പകർന്നിരിക്കുന്നു, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങി നമ്മുടെ കുറിവാക്യം. ഹല്ലേലൂയ. നിങ്ങൾ പിന്നെയും ഭയപ്പെടരുത്, ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. അങ്ങനെയല്ലേ വായിച്ചത്? വായിച്ച വാക്യം ഒന്ന് വായിച്ചേ.
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയാണ്. അതായത് മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഹൃദയം ഭയത്തിലായി പോകും, നിരാശയിലായി പോകും. ഒത്തിരി പേര് ദൈവത്തിലേക്ക് വരാതെ, ഒത്തിരി പേര് ദൈവസന്നിധിയിലേക്ക് വരാതെ അകലം വിട്ടിരുന്ന് ദുഃഖിക്കുന്നതാണ് ഇന്ന് നമ്മുടെ സഭകളിലെല്ലാം കാണുന്ന ഒരു കാഴ്ച. ഹല്ലേലൂയ. അകലം വിട്ട് നിൽക്കുക ദൈവത്തോട്, എന്നിട്ട് ഇരുന്ന് കരയുക. ദൈവത്തോട് പറയും, ഇങ്ങോട്ട് വാ കർത്താവേ, ഇങ്ങോട്ട് വാ കർത്താവേ, ഇങ്ങോട്ട് വാ എന്റെ ദൈവമേ. നോ, നീ ദൈവത്തിലേക്ക് ചെല്ലുന്നുണ്ടോ? കർത്താവിലേക്ക് ചെല്ലുമ്പോൾ നിന്നിൽ ഇരിക്കുന്നതെല്ലാം ഉപേക്ഷിച്ചാൽ മാത്രമേ നിനക്ക് ദൈവത്തിലേക്ക് ചെല്ലാൻ കഴിയത്തുള്ളൂ. അതാണ് വിഷയം. കഴിഞ്ഞ നിമിഷം വരെയും എന്റെ താല്പര്യങ്ങളും എന്റെ ഉദ്ദേശങ്ങളും എല്ലാം ഞാൻ അവിടെ വിട്ട് അതിനുപേക്ഷിച്ചാൽ മാത്രമേ എനിക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ കഴിയത്തുള്ളൂ. ആമേൻ. അനേകരുടെ ജീവിതത്തിൽ കഴിയാതെ പോകുന്നത് എന്താണെന്നറിയാവോ? അവന്റെ ഹൃദയത്തിൽ വീണ് കിടക്കുന്ന ഭയം, അവന്റെ സമൂഹത്തിൽ അവനെ ആക്കി വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളിലുള്ള ഭയം, ആ ഭയത്തിൽ അവൻ അവിടെ കിടക്കുകയാണ്. ഇന്ന് പകൽ വേളയില്ല എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ ഭയത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കൃപയാൽ അത് വിട്ട് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവനെ ബലപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. സഹോദരൻ മനസ്സിലാക്കണം, ദൈവാത്മാവിന്റെ ദൂതുകൾ കേൾക്കുമ്പോൾ അതിനനുസരിച്ച് ഏറ്റെടുക്കുന്ന വ്യക്തിക്ക് വിടുതലുണ്ട്, തീർച്ചയായും വിടുതലുണ്ട്. അതിനാണ് പ്രാർത്ഥന എന്ന സ്തോത്രം ഹല്ലേലൂയ ആയുധ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. കേൾക്കുന്ന ദൂതിൽ നമ്മൾ ആമേൻ പറഞ്ഞത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരും. ചില സ്വഭാവങ്ങളാണ് നമ്മളെ ചിലയിടത്ത് ഇരുത്തിയേക്കുന്നത്, അല്ലേ? ചില തീരുമാനങ്ങൾ, ചില സ്വഭാവങ്ങൾ, ഇത് നമ്മളെ ചിലയിടത്ത് ഇരുത്തിയേക്കുക. നീ വീണ്ടും ജനിച്ചതാണെന്ന് മറന്നു പോകുന്നു, അല്ലെങ്കിൽ ദൈവാത്മാവ് നിന്നിൽ വസിക്കുന്നു മറന്നു പോകുന്നു. മനസ്സിലാക്കണമേ, നീ കൃപയിലേക്ക് മടങ്ങുക. നിന്നിൽ ദൈവ ക്രിസ്തു വസിച്ച് അവൻ ഫലമുളവാക്കുവാനായിട്ട് അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, വായിച്ചേ. ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന അതിന്റെ സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ 12 മുതൽ വായിച്ചേ, 8-12. സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും. അപ്പൊ ഭയം എവിടുന്നാ വരുന്നത്? ജഡത്തിന്നാ വരുന്നത്. ജഡം പറയും, നീ പോകുന്നു വേണ്ടടാ, നീ അങ്ങനെ കർത്താവിന്റെ അടുക്കലേക്കൊന്നും പോകണ്ടടാ, നിന്റെ സ്വഭാവം ഒന്നും നീ മാറ്റണ്ടടാ, അതിനെന്നാ കുഴപ്പമിരിക്കുന്നു, കർത്താവ് വേണമെങ്കിൽ നിന്റെ അടുത്ത് വരട്ടെ. നീ ഇത്രയും പ്രയാസപ്പെട്ടിട്ട് കർത്താവ് എവിടെ പോയിരിക്കുക? നീ വിശക്കുന്നത് കണ്ടില്ലേ? ഈ കല്ല് അപ്പമായി തീരാൻ പറയ്. കണ്ടോ അവന്റെ സ്വഭാവം കണ്ടോ? ശ്രദ്ധിക്കണം, നമ്മളെ ചിലയിടത്ത് സാത്താൻ കൊണ്ട് ഇരുത്തിയേക്കുക, എന്നിട്ട് അവൻ നമ്മളെ പ്രഷർ ചെയ്യുക, കർത്താവിനോട് വരാൻ പറയാൻ. കേട്ടോ, നമ്മൾ മക്കളാണ്, പക്ഷേ പ്രശ്നം എന്താണെന്നറിയാം, ചില സമയത്തെ സ്വർഗീയ പിതാവിന് നേരെ പിശാച് നമ്മുടെ ഹൃദയങ്ങളെ കൈവശപ്പെടുത്തിയിട്ട് പറയും, ഇത്രയൊക്കെ കഷ്ടമുണ്ടായിട്ട് ദൈവം എവിടെ പോയി കിടക്കുക, അവൻ എന്നാ ചെയ്തുകൊണ്ടിരിക്കുക, അവൻ അറിയത്തില്ലേ, അവന് പോകത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്നെ ജഡം കയറുന്നതാണ് സംഭവം, അല്ലേ? ജഡം കയറിയ പരാജയമാ. അവിടെ വായിക്കുന്ന എങ്ങനെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകുന്ന 13-ാം വാക്യം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു. വായിച്ചേ. അപ്പോ ശ്രദ്ധിക്കണം, എന്ത് സംഭവിക്കും? ഈ മരണത്തിന് ദണ്ഡനമുണ്ട്, മരണത്തിന് ഭയമുണ്ട്. ശ്രദ്ധിക്കണം, നമ്മുടെ ഉള്ളിൽ ഈ തീരാത്ത വേദനയുടെ കാരണം ജഡത്തിലിരിക്കുക. ഇതുവരെ ജഡമാണ് നമ്മളെ നടത്തുന്നത്, ജഡമാണ് നമ്മുടെ ഉള്ളത്തിലേക്ക് ഈ വേണ്ടാത്ത വിചാരങ്ങളെല്ലാം കൊണ്ടുതരുന്നത്. 40 രാവും 40 പകലും കർത്താവായ യേശു ക്രിസ്തു ഉപവസിച്ചു, അല്ലേ? അപ്പോൾ പരീക്ഷകൻ ആ ദിവസങ്ങളിലെല്ലാം ആരുടെ അടുക്കൽ വന്നു? കർത്താവിന്റെ അടുക്കൽ. സാധാരണ 40 ദിവസം ഉപവസിക്കുന്നവനെ സംബന്ധിച്ച് അവന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഭക്ഷണമാണെന്ന് ജഡത്തെ അറിയാവുന്ന സാത്താൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ ജഡത്തിന്റെ ആവശ്യം ആദ്യം പൂർത്തീകരിക്കുക. നീ എന്നാ വേണം? നീ ദൈവത്തിനാണെങ്കിൽ കല്ലല്ല അപ്പമായി തീരാൻ അങ്ങ് പറ. ഹല്ലേലൂയ. ദിവസങ്ങൾക്ക് മുമ്പ്, 40 ദിവസത്തിന് മുമ്പല്ലേ സ്വതന്ത്രം യോർദാനിൽ സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ മേൽ വന്നപ്പോൾ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് കേട്ടു. ഹല്ലേലൂയ. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ കണ്ടു ആ ദൃശ്യം, ആ ശബ്ദവും കേട്ടു. അപ്പോൾ മനസ്സിലാക്കണം, ഇവനാണ് ദൈവപുത്രൻ എന്ന് മനസ്സിലായി. ഇപ്പോൾ 40 ദിവസം കഴിഞ്ഞപ്പോൾ
ജഡത്തിന്റെ ആവശ്യം പറഞ്ഞുകൊണ്ട് ആര് വരുന്നു? സാത്താൻ അടുത്ത് വരുന്നു. ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, സാത്താൻ ചുമ്മാ ഒന്നും വന്നു കയറില്ല. നമ്മുടെ കുറവും പ്രശ്നവും നോക്കിക്കൊണ്ട് തന്നെയാ അവൻ വന്ന് കയറുള്ളൂ. നിനക്ക് രോഗമുണ്ട്, രോഗം സാത്താൻ എടുക്കും. നിനക്ക് കടഭാരമുണ്ട്, അത് സാത്താൻ എടുക്കും. കുടുംബത്തിൽ ഏതെങ്കിലും വിഷയങ്ങൾക്ക് കാലതാമസം വന്നാൽ അത് സാത്താൻ എടുക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് സാത്താൻ എടുക്കും. ഇതെല്ലാം സാത്താൻ എടുത്തിട്ട് ചോദിക്കുന്ന ചോദ്യം, കർത്താവേ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇതുവരെ നീ ഇതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് നിന്നെ പ്രേരിപ്പിക്കും. സാധനം ജഡമാണ്, സാധനം സാത്താനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെന്നാ പറയുന്നത്? നമ്മൾ പറയുന്ന കാര്യം എന്നാണെന്നറിയാമോ? ഒരു മനുഷ്യർ ആവശ്യമായിട്ടിരിക്കുമ്പോ അവന്റെ ആവശ്യം നേടിക്കണം, അതിന് സാത്താനാന്ന് പറഞ്ഞാൽ പറ്റുമോ? എടാ, സാത്താൻ അറിയാടാ നീ വിശന്നിരിക്കുന്നത്. നിന്റെ ഇല്ലായ്മ കാണുന്നുണ്ട്. അതിനെ ജയിക്കാനാ ദൈവം തന്റെ കൃപ നൽകിയിരിക്കുന്നത്. ഉടനെ നിന്റെ വിശപ്പ് മാറിയ വേറെ പലതും ചോദിപ്പിക്കാം. മനസ്സിലായോ? അതുകൊണ്ട് കർത്താവ് ആദ്യമേ എടുപ്പിച്ചു, അന്നേക്കുള്ള ആഹാരം മതി. അല്ലേ? നമ്മൾ ചോദിക്കുന്നോ അടുത്തൊരു 10 തലമുറയ്ക്കുള്ളത് ഇങ്ങോട്ട് താഴെയുമേ? നീ കണ്ടില്ലേ? ഇത് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് ആരാ? ജഡം ചിന്തിക്കാൻ തുടങ്ങും. ആ ജഡത്തിലെ ചിന്ത സാത്താൻ എടുത്തു വെച്ച നിന്നോട് ദൈവത്തോട് ചോദിക്കാനായിട്ട് നിന്നെ പ്രേരിപ്പിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും സാത്താന്റെ പോരാട്ടം മനസ്സിലാകുന്നില്ല. എന്റെ അവസ്ഥ ഇത്രേ ആയിട്ട് ദൈവമേ നീ ഇടപെട്ടില്ലല്ലോ. എടാ, നീ ദൈവത്തിന്റെ കരത്തിലിരിക്കുക. ദൈവത്തിന്റെ സമയം ആയില്ല, ദൈവത്തിന്റെ ടൈം ആയില്ല. അതാകുമ്പോ അത് നടക്കും. നീ ചെറിയതാ കണ്ടത്, ദൈവം വലിയത വരാനിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇന്നതൊക്കെയാ കണ്ട് ഞാൻ മനസ്സിൽ കണ്ടേക്കുന്നത്, അത് നടക്കില്ല. ദൈവം കണ്ടിട്ടുണ്ട്, അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. എളിയവർ അത് കണ്ട് സന്തോഷിക്കും. ലോകത്തിലെ ദുഷ്ടന്മാരെല്ലാം സന്തോഷിക്കും എന്ന് കർത്താവ് പറഞ്ഞോ? ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ എളിയവർ അത് കണ്ട് സന്തോഷിക്കുന്നല്ലേ വാക്യം കിടക്കുന്നേ? അല്ലേ? ദേശത്തിലെ സകല ദുഷ്ടന്മാരും അത് കണ്ട് സന്തോഷിക്കുന്നാണ് പറഞ്ഞേക്കുന്നത്. സകല അഹങ്കാരികളും കണ്ട് സന്തോഷിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സകല ദുർനടപ്പുകാരും അത് കണ്ട് സന്തോഷിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സകല വ്യഭിചാരികൾ അത് കണ്ട് സന്തോഷിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ആണോ? അല്ല, പിന്നെ എന്നാ പറഞ്ഞിരിക്കുന്നത്? എളിയവർ അത് കണ്ട് സന്തോഷിക്കും. ആരാ എളിയവര്? എളിയവരാരാ? ഹല്ലേലൂയ. കുഞ്ഞാന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ഹല്ലേലൂയ ക്രിസ്തു ക്രൂശോളം ഹല്ലേലൂയ താഴ്മ അനുഭവിച്ചപ്പോൾ അവനെ മാതൃകയാക്കി ഈ ലോകത്തിൽ ജീവിച്ച് ദൈവരാജ്യം അവകാശമാക്കേണ്ടതിന് പോരാട്ടം കഴിച്ച് സ്വതന്ത്രം ഹല്ലേലൂയ മരുഭൂപ്രയാണം നടത്തുന്നവരാണ് ഈ എളിയവർ. അവർ സന്തോഷിക്കും. അവരുടെ സന്തോഷത്തിനുള്ള വക അതിനകത്തുണ്ടാകും. അതായത് ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോഴേ ദൈവം അതിൻ്റെ അകത്ത് പ്രവർത്തിച്ചു എന്ന് എല്ലാവർക്കും കാണത്തക്ക നിലവാരത്തിൽ മനസ്സിലാകും. മനസ്സിലായോ? നമ്മുടെ പ്രാർത്ഥന എന്നാന്നറിയാമോ? ദേശത്ത് ഏതെങ്കിലും വലിയൊരു മുതലാളി കാണും, ആ മുതലാളിയെക്കാളും വലിയൊരു പ്രവൃത്തി നടക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, മകനെ നീ തെറ്റിപ്പോകരുത്. ഹല്ലേലൂയ. ദൈവം യോഗ്യമായതേ തരത്തുള്ളൂ. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ദേശത്തിലെ പണം, ലോകത്തില് പണവും സമ്പത്തും ലോകത്തെ പലരുടെ കയ്യിലുണ്ട്. അവരാരും ആത്മീകരും രക്ഷിക്കപ്പെട്ടവരൊന്നുമല്ല. മനസ്സിലാക്കണം, ലോകത്തിൽ ഭയങ്കര പണവും സമ്പത്തും ഉന്നത ശ്രേണിയുള്ളവരും അവരാരും രക്ഷിക്കപ്പെട്ടവരല്ല. ക്രിസ്തുവിനെ രക്ഷകൻ കർത്താവ് സ്വീകരിച്ചൊന്നുമല്ല. എന്നാൽ അതിലും ഉണ്ട് രക്ഷിക്കപ്പെട്ടവര്. അതിലും ഉണ്ട് രക്ഷിക്കപ്പെട്ടവർ. വളരെ ചുരുക്കം, മൈന്യൂട്ടാണ്. സമൂഹത്തിൽ സമ്പന്നരുടെ ലിസ്റ്റിൽ എവിടെ ഒരു വിശ്വാസിയുള്ളത്? ഒന്നുമില്ല. ഇന്ത്യയിൽ ഒരുത്തം പോലും ഇല്ല. ഉണ്ടോ? ഒരു വ്യക്തി പോലും ഇല്ല. എന്റെ അറിവിലില്ല കേട്ടോ. മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ടവൻ മറ്റു സമുദായങ്ങൾ പലരും കണ്ടാക്കാം, പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അതിൻ്റെ അകത്തൊക്കെ വളരെ ചുരുക്കമേ ഉള്ളൂ. മനസ്സിലാക്കണം, അതായത് അവർ സന്തോഷിക്കാൻ ഇടയാകും. നമ്മൾ എങ്ങനെയാണെന്നറിയാമോ ഒരു ദൈവപ്രവൃത്തി കാണുന്നത്? കർത്താവെ ഈ വിഷയത്തില് ദൈവമേ നിന്റെ കരം എങ്ങനെയാ ചലിച്ചത് അത് കാണണം. നമ്മൾ പലരും കാണുന്നത് എങ്ങനെയാന്ന് കേട്ടോ, ആ കാര്യം നടന്നപ്പോ ഇത്ര രൂപയായിരുന്നു നടന്നത്, ഇത്ര രൂപയെ കിട്ടിയുള്ളൂ, ഇത്ര രൂപ കട, എങ്ങനെയാണ് അത് മുമ്പോട്ട്? ഇതാണ് ജഡം നിന്നെ കൊണ്ട് കാണിക്കുന്നത്. ഈ ജഡീകർ എവിടെ ചെന്നാലും ആത്മീകരുടെ ഇടയിൽ ദൈവികമായി എത്ര മഹത്വമുള്ള കാഴ്ച കണ്ടാലും ചോദിക്കും, ഇത്രയേ ഉള്ളോ, ഇതാണോ, ഇത് ചോദിക്കും. അത് ജഡീകരാണ്. മനസ്സിലാവുന്നുണ്ടോ? മന്ന തിന്നോണ്ടിരിക്കുക, സ്വർഗീയ ഭോജനം തിന്നോണ്ടിരിക്കുക. ഇവര് പറയുക എനിക്കിത് പോരെന്ന്. എന്നാ കാരണം? നിന്റെ വീട്ടിൽ നിന്നുണ്ടോ? കാരണന്മാരാരെങ്കിലും തിന്നിട്ടുണ്ടോ? ഇത് ഉണ്ടോ? ഇസ്രായേലിന്റെ കാരണന്മാരെ ഒരുത്തരെങ്കിലും തിന്നിട്ടുണ്ടോ? ഇസ്രായേലിൽ കിടന്ന് തിന്നിട്ടുണ്ടോ? അപ്പൊ പറയും ഞങ്ങളുടെ ഇറച്ചിക്കലത്തിന്റെ അരികിലായിരുന്നു,
ഞങ്ങൾ മീൻ വെച്ചോണ്ടിരുന്നു, അവിടെ എല്ലാവിധ മേൽത്തരമായ സാധനം ഉണ്ടായിരുന്നു. മിസ്രൈമിന് അവിടെ ഇറച്ചിയും മീനും വെച്ചപ്പോ ഇവനോട് ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട്, അല്ലാതെ ഒന്നുമില്ല. അടിമയായി കിടക്കുന്ന ഇവനവിടെ നിന്ന് ഇറച്ചി മീനും. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. സ്വന്തം കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, സ്തോത്രം, ഇറച്ചിക്കലത്തിന്റെ അരികിൽ ഇരുന്നവൻ, സ്തോത്രം, അവിടെ മരുഭൂമിയിലേക്ക് വന്നപ്പോ കർത്താവിനോട് ചോദിക്കുക, ഇവിടെ ആരും ഞങ്ങൾക്ക് ഒന്നും വെച്ച് വേവിച്ച് തരാൻ കാറ്ററിങ്ങുകാരെ ഒന്നും ഞങ്ങൾ ഇവിടെ കണ്ടില്ല കർത്താവെ, അവിടെ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, നീ എവിടുന്ന് വരും? എടാ, ദൈവം തരും, സ്വർഗീയ ഭോജനം തന്നെ തരും. പക്ഷെ നീ തിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നീ കുറ്റം പറയാൻ തുടങ്ങും. പിടികിട്ടിയോ? ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഇന്ന് നടത്തുന്ന ഈ ജീവിത ശൈലി തൃപ്തിപ്പെടാത്ത നിനക്ക് എന്ത് കിട്ടിയാലും തൃപ്തി കാണത്തില്ല. അതല്ലേ വിഷയം. നമ്മൾ ഈ അനേകരുടെ ഹൃദയത്തിൽ ഈ ധനത്തിന്റെ വഞ്ചന അങ്ങ് കയറിയുന്നേ, അതാണ് വിഷയം. പണത്തിന്റെ മോഹവും ധനത്തിന്റെ വഞ്ചനയും കയറിയിട്ട് അനേകരുടെ ജീവിതം ഇന്ന് കയ്പായി തീർന്നുകൊണ്ടായിരിക്കുന്നത്. ദൈവം അവിടെ നടത്തിക്കൊണ്ട് പോകുന്ന ഒന്നും അവർക്ക് വിഷയമല്ല. അവർ പറയുന്നത് ഇതൊക്കെ ചെറിയ കാര്യമല്ല, മന്നയൊക്കെ ആർക്കാ വേണ്ട ദൈവമേ, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്നേ, ഇതൊക്കെ തിന്നു മടുത്ത് ഇറച്ചി കൊണ്ടെത്താ, ഇറച്ചിയൊക്കെ തന്നാലാ ദൈവമാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഈ രീതിയിലുള്ള ചിന്തകളും നിരൂപണങ്ങളും എഴുന്നേറ്റപ്പോൾ ദൈവാത്മാവിന്റെ സാന്നിധ്യം അങ്ങനെയുള്ളവരുടെ പാളയങ്ങളെ വിട്ടുപോകാൻ തുടങ്ങി. അനേക ദൈവ സാന്നിധ്യം വിട്ടുപോയ പാളയങ്ങള് അകത്തിരുന്ന് അന്യഭാഷയും കയ്യടിയുണ്ട്, ഹൃദയം നിറച്ച് ദ്രവ്യാഗ്രഹവും ലോകമോഹവുമാ, വേറൊന്നുമില്ല. അല്ലേ? വായിച്ചേ. കണ്ടോ, ജീവിക്കുന്നല്ല, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും. ഞാനൊരു കാര്യം, നമ്മൾ എന്തിനാ സമുദായം വിട്ട, നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങിയത് അക്കരെ നാട്ടിൽ പോകാനല്ലേ? അല്ലേ? ഇനിയിപ്പോ എന്നെ അവിടുന്ന് H1B വിസ ഒക്കെ ഇനി എടുക്കണമെങ്കിൽ 1 കോടി രൂപയ്ക്ക് അടുത്താവും. ഇപ്പൊ അത് നടക്കൂല. മറ്റേ അവിടെ PR എടുത്ത് കളഞ്ഞു, ഇവിടെ UK അങ്ങോട്ട് പോക്ക് നടക്കില്ല. ഇനിയെങ്കിലും സ്വർഗത്തിൽ പോകുന്ന കാര്യം തീരുമാനിക്കത്തില്ലയോ? എല്ലാ വഴികളും അടഞ്ഞോണ്ടിരിക്കുക. കാര്യം കർത്താവിനറിയാം, മക്കളൊന്നും നേരെയാന്ന് ലക്ഷണമില്ല. ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാരെല്ലാം പ്രാർത്ഥിച്ച് മക്കളെ അക്കറ് കടത്തിവിടെ കർത്താവ് ഞങ്ങൾ മുട്ടയിൽ നിൽക്കാം. മുട്ടയിൽ തലകുത്ത് നിന്നിട്ടും കാര്യമില്ല. കാര്യം ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് എത്തിയേ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? കുറച്ച് നോക്കി മക്കൾ തിരിയുന്നുണ്ടോ? ഇല്ല. കുറച്ചാളോട് നോക്കിയില്ല, ഒരു രക്ഷയില്ല. അപ്പൊ കർത്താവ് അവിടെ നേതാക്കന്മാരുടെ ഹൃദയത്തോട് പറഞ്ഞ് എല്ലാരും തിരിച്ചു വിട്ടോളാൻ പറഞ്ഞു. പക്ഷെ അത് ആരെ വിചാരിച്ചിട്ടാ തിരിച്ചുവിടുന്നത്? മറ്റൊന്നുമല്ല, ഇവിടെ കുറെ പേര് സ്വർഗരാജ്യത്തിൽ പോകാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്ന കുറെ പേര് ഈ ഇടയ്ക്ക് കിടപ്പുണ്ട്. ഇവരിവിടെ കിടന്ന് കറങ്ങിയാൽ പറ്റില്ല, ഇവർ തിരിച്ചു പോയേ പറ്റത്തുള്ളൂ. അവർ മടങ്ങി വരട്ടെ. ആമേൻ. ദേശത്ത് സ്വതന്ത്രം സാക്ഷിയുള്ളവരാ സ്വതന്ത്രം ദേശത്ത് കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നവരായി തീരട്ടെ. അല്ലേ? അപ്പോൾ എന്താ വിഷയം? സ്വതന്ത്രം നിങ്ങളുടെ ജഡത്തെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. വായിച്ചേ. കണ്ട, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ കണ്ടോ. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഇത് അഭിഷേകം പ്രാപിച്ച ദിനം മുതൽ നമ്മുടെ ജീവിതത്തിൽ നടത്തപ്പെടേണ്ടത്. സഭകളുടെ അകത്ത് ഇത് പ്രാക്ടീസ് ചെയ്യിക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ജഡചിന്തകളെ ജയിക്കാൻ തക്കവണ്ണം സജ്ജമാകണം. അതിന്റെ പകരം ഇന്ന് അനേകർ സാത്താന്റെ ഉപദേശം പിടിച്ചോണ്ടായിരിക്കുന്നത്. നിന്നെ ലോകത്തിൽ വലിയവനാക്കാം, നിന്റെ കഷ്ടങ്ങളെല്ലാം കർത്താവ് മാറ്റും. വാഗ്ദത്തം. എടാ, വാഗ്ദത്തത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട, ദൈവം അത് ചെയ്യും. പക്ഷെ നീ പറയുന്ന വാഗ്ദത്തം മറ്റുള്ളവരെ കളിപ്പിക്കുന്ന വാഗ്ദത്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിടികിട്ടിയോ? അന്ന് സഭകളുടെ അകത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന മോഹങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ജയിക്കണമെന്ന് പറഞ്ഞു കഴിയുമ്പോ ചിലരോട് അതൊട്ടും പറയാൻ മേല. അവര് പറയുന്നത് ഞങ്ങളുടെ അവസ്ഥ കണ്ടോ കർത്താവേ, കണ്ടോ. അവർക്ക് ഈ ജഡത്തെ ജയിക്കാൻ ഒരിക്കലും പറ്റുന്നില്ല. അതായത് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാത്ത ഒത്തിരി പേര് ഈ മാർഗത്തിന്റെ അകത്ത് വന്നു. അവർ ഇതിന്റെ അകത്ത് വന്നതിന് ഒറ്റ കാരണമുള്ളൂ, അവരുടെ ഹൃദയത്തിൽ ഒത്തിരി പ്ലാനുകളുണ്ട്. അതെല്ലാം ദൈവദാസന്മാര് പ്രാർത്ഥിച്ച് സാധിപ്പിച്ച് തന്നെ കർത്താവിന്റെ കൈയും കാലും പിടിച്ച് അത് നടത്തി തരണം. ഞാനിവിടെ എല്ലാ കാര്യവും ലോകപ്രകാരം ഉരുട്ടുമ്പോൾ ദൈവദാസന്മാർ ഇത് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടത്തി തരണം. അങ്ങനെ ഒരു വാക്യം ഈ 66 പുസ്തകത്തിന്റെ അകത്ത്, പുതിയ നിയമത്തിന്റെ അകത്ത്, ലേഖനത്തിന്റെ അകത്ത് ഒരിടത്തും ഇല്ല. ദൈവദാസന്മാർ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് കാര്യം നേടിക്കൊടുക്കും എന്ന് പറയുന്ന ഒരു വാക്യം കാണിച്ചതാ. അതിനാണ് ദൈവദാസന്മാരെ വെച്ചേക്കുന്നത്.
ദാസന്മാരുണ്ട്. ഈ ദാസത്വത്തിന്റെ ആത്മാവ് കയറിയ ദാസന്മാരുണ്ട്. അവർ ഈ പണിയെല്ലാം ചെയ്യും. അവന്റെ ഒന്നും വായിന്ന് ഒരിക്കൽ പോലും മകനെ നിന്റെ മനസ്സിലേക്ക് വരുന്ന ജഡത്തിന്റെ ചിന്തയെ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് അതിനെ ജയിച്ച് ദൈവരാജ്യത്തിൽ പോകാനാ നിന്നെ രക്ഷിച്ചേക്കുന്നതെന്ന് ഇവൻ മൂക്കി പഞ്ഞു വെക്കുന്നത് വരെ പറയാത്ത ചില ദാസന്മാരുണ്ട്. ഇതൊക്കെ വലിച്ചു കീറിയിടുന്ന ഒരു ദിവസമുണ്ടെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. വലിച്ചു കീറി സ്വർഗം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. ഇവിടെ മനുഷ്യരെ പ്രസാദിപ്പിച്ചിട്ട് ദൈവസന്നിധിയിൽ നിന്ന് അവനെ ദൈവമേ എന്ന് കർത്താവെ എന്ന് വിളിക്കാൻ നേരത്ത് കർത്താവ് പറയും, മകനെ നീ കയറി വന്ന ദിവസം മാറിപ്പോയി. എന്നാ വർഷം പൊങ്ങി വന്നേ പ്രൈസ്തലോട് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സാധനം ദുഷ്ടന്മാരുടെ കൂടെ കയറി നിൽക്കുന്ന എന്നാ കാര്യം? നിന്നേക്ക് 1000 വർഷം മുമ്പേ അവൻ ദൈവസഭയൊക്കെ അങ്ങ് എടുക്കപ്പെട്ടു പോയി എന്ന് പറയും. അവർക്ക് പ്രതിഫലമൊക്കെ കിട്ടി സ്വർഗത്തിലുണ്ട്. നീയോ ഞാൻ കർത്താവിനെയും കളിപ്പിച്ച് ലോകത്തെയും കളിപ്പിച്ച് നടന്നതല്ലേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ കുറെ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ വിട്ടു പോകുമെന്ന് പറയും കർത്താവ്. അധർമ്മം പ്രവർത്തിക്കുന്നവര്, മനസ്സിലാകുന്നുണ്ടോ? അധർമ്മം. ധർമ്മം എന്നാ? ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. ഇത് വ്യക്തിപരമായിട്ട് ചെയ്യണം കേട്ടോ. പാസ്റ്റർ വന്നിട്ട് അത് ചിന്തിക്കരുത് കേട്ടോ, അത് പറയരുത് കേട്ടോ, അതിന് പുറകെ പോകരുത് കേട്ടോ. ഇതാണ് ശിശുക്കളുടെ പ്രശ്നം. നമ്മൾ വായിച്ച ഗലാത്യ ലേഖനം 4-ാം അധ്യായം, എനിക്ക് സ്വർഗത്തിൽ പോകണം, പ്രതിഫലം മേടിക്കണം. ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം ഞാൻ എക്സ്ക്യൂസ് കാണിക്കത്തില്ല. ഇത് തീ കൊണ്ടുള്ള കളിയാണ്, അതുകൊണ്ട് യാഥാർത്ഥ്യം ഉള്ളതുപോലെ കേൾക്കത്തുള്ളൂ. ആമേൻ. ഗലാത്യ ലേഖനം 4:1 നമ്മൾ വായിച്ചാൽ അവകാശി സർവ്വത്തിനും യജമാനൻ എങ്കിലും. ഗലാത്യ ലേഖനം 4:1. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ആമേൻ. ഇത് ഇസ്രായേലിനെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. ആമേൻ. പക്ഷെ ഇത് എടുത്തു പറയാനൊരു കാരണം, ഇത് മനസ്സിലാക്കണം. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിച്ചു, അല്ലേ? വിലയ്ക്ക് മേടിച്ചു. എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ പകർന്ന് അവരെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്ന ഒരു പദ്ധതിയിലേക്കാണ് വരുന്നത്. പക്ഷെ ശിശുക്കളായിരിക്കുന്ന അവസ്ഥയിൽ ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിൽ അനേകരുണ്ട്. ആ ശിശുക്കളായിരിക്കുന്നവരോട് ഇപ്പോൾ നമ്മൾ പറയുക, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞ് ഇവർക്ക് മനസ്സിലാകത്തില്ല. വീണ്ടും പ്രാർത്ഥിക്കാൻ നേരത്ത് വന്നിട്ട് പറയും, ഞങ്ങൾ കുറെ ആവശ്യമുണ്ട് പാസ്റ്ററെ, പ്രാർത്ഥിക്കണം. ഈ കുറെ ആവശ്യങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? കുറച്ച് ആവശ്യങ്ങളുണ്ട്, പ്രാർത്ഥിക്കണം. ഇവരെന്താ ചെയ്യാത്തത്? ദൈവത്തിലേക്ക് വന്നിട്ടില്ല. അതിന് ദൈവദാസന്മാരെ വെച്ചിട്ടുണ്ട്, അല്ലേ? ദൈവദാസന്മാര് ദൈവത്തിൽ നിന്ന് ആലോചന അറിഞ്ഞിട്ട് പറയണം. ഇനി ശിക്ഷ അനുഭവിച്ച ദൈവദാസൻ അനുഭവിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എനിക്ക് നന്മയും പ്രാർത്ഥിച്ചവന് തിന്മയും. എങ്ങനെയുണ്ട് ട്രിക്ക്, അല്ലേ? എനിക്കും എന്റെ മക്കൾക്കും നന്മയും പ്രാർത്ഥിച്ച് വഴിതെറ്റിച്ച ദൈവദാസൻ നരകത്തിലും പോകട്ടെ. അവിടെ ചെന്നിരിക്കുന്ന അമ്മാമ്മയും അപ്പച്ചന്മാരൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞില്ല കർത്താവേ, എന്നെ പഠിപ്പിച്ചില്ല കർത്താവ്, ശരിയല്ലേ? അപ്പൊ ലോകത്തിലും ജീവിച്ച് അങ്ങോട്ട് ചെന്നു. ഇവർക്ക് അറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായ ജീവിതത്തിൽ വന്ന് ഒരുക്കപ്പെടാത്ത ഒരൊറ്റ വ്യക്തി അക്കരനാട് കാണത്തില്ലെന്നുള്ളത് ഇവർക്ക് അറിയത്തില്ല. ഇവര് കടന്നു വന്ന് ദൈവദാസന്മാരെ കണ്ടതും എന്താ ഇച്ചിരി കൂടെ പച്ചക്കറി മണിയടിച്ചത് എല്ലാം എന്തിനാണ്? ലോകത്തിൽ കുറെ കാര്യം നേടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുമ്പേ ഒരു രാജ്യവും നീതി അന്വേഷിപ്പിക്കും, അതോടുകൂടി ഇതൊക്കെ കിട്ടുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ എടുത്ത് പ്രാർത്ഥിക്കുന്നത്? എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് അറിയുന്നില്ലേ ആ വിഷയം? തീർച്ചയായും നമ്മൾ സ്തോത്രത്തിൽ, നമ്മൾ കർത്താവ് ചെയ്ത കാര്യങ്ങൾ സ്തോത്രത്തിൽ ജാഗരിക്കുക. കർത്താവ് ഒരു കാര്യം താമസിപ്പിക്കുന്നുണ്ട്, അത് ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്, തീർച്ചയായും ഉണ്ട്. നമ്മളുടെ സമയമല്ല ദൈവത്തിന്റെ സമയം, മനസ്സിലാക്കണം. നമ്മൾ ലോകരുടെ സമയം അനുസരിച്ച് നമ്മൾ ഓരോ കാര്യം കാൽക്കുലേറ്റ് ചെയ്യും. മനസ്സിലാക്കണം, ലോകരുടെ സമയമല്ല ദൈവത്തിന്റെ സമയം. നീ ദൈവവൈതലാണെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾക്ക് കർത്താവിന്റെ കയ്യൊപ്പം ഉണ്ടായിരിക്കും അതിൻ്റെ അകത്ത്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവിന്റെ സീല് അതിൻ്റെ അകത്ത് കാണും. വായിച്ചേ. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴിൽ അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നമുക്ക് മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ
ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ശ്രദ്ധിച്ചേ, എത്ര മനോഹരമായിട്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നത് എന്തിനാണ്? അബ്ബാ പിതാവേ എന്ന് വിളിക്കാനാണ്. എന്നാൽ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും സ്വർഗീയ പിതാവിനെ പിതാവേ എന്ന് വിളിക്കാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. കാര്യം അവരുടെ ഹൃദയം ലോകമോഹം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിനാൽ അവരുടെ ഹൃദയം എപ്പോഴും ദുഃഖത്തിലാണ്. അവരുടെ ഒരിക്കലും അവർക്ക് ആത്മസന്തോഷമില്ല. നിങ്ങൾ രക്ഷയുടെ സന്തോഷം എന്നാ? ഞാൻ ഇനിമേൽ പാപിയല്ല. എന്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ പരമയാഗമായി തീർന്നിരിക്കുന്നു. ആദാമ്യ പാപവും അതിന്റെ ശിക്ഷയും എന്റെ മേൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകർന്നേരം കർത്താവിന്റെ വരവാണെങ്കിൽ ഞാൻ അവന്റെ രാജ്യത്തിൽ ചേർക്കപ്പെടും. ഈ വലിയ സന്തോഷം അവന്റെ ഹൃദയത്തിൽ കാണും. പക്ഷേ ഈ സന്തോഷം കെടുത്തുന്ന ആരാന്നറിയാവോ? ജഡമാണ്. നിങ്ങളിരിക്കുന്ന ജഡമാണ്, എന്നിലിരിക്കുന്ന ജഡമാണ്. ഈ ജഡമാണ് നമ്മെ ഈ ആത്മസന്തോഷത്തിൽ നിന്ന് നമ്മളെ വലിച്ചു കളയുന്നത്. ആമേൻ. അവിടെ വായിക്കുന്ന എന്താണ്? നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചിരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നു വസിച്ച് ദൈവാത്മാവിന്റെ ഹൃദയ പദ്ധതി അനുസരിച്ച് നടക്കുന്ന ഒരുവൻ ജഡത്തിന്റെ താല്പര്യം നിവർത്തിക്കത്തില്ല. ആമേൻ. അത് തന്നെയല്ലേ ഇവിടെ വായിച്ചിരിക്കുന്നത്. ആമേൻ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അകത്ത് ഇത് തന്നെയല്ലേ വായിക്കുന്നത്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് അല്ലെങ്കിൽ 14 മുതൽ വായിച്ച് 8:14 ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ. ഈ ദൈവമക്കളിൽ ഒരുവൻ പോലും ജഡത്തെ അനുസരിക്കുന്നില്ല. ജഡത്തെ ജയിച്ചവരായിരിക്കും ദൈവമക്കള്. മനസ്സിലാവുന്നുണ്ടോ? ചിലർ ചോദിക്കുന്ന 50-50 ആണോ? ചില സാഹചര്യങ്ങളിൽ ജഡത്തിലിരുന്ന് മറ്റു ചില സാഹചര്യങ്ങളിൽ ആത്മാവിലാകുന്നതാണോ? അങ്ങനെ പോകുന്ന ഉഷ്ണവാനും ശീതവാനുമാ, കർത്താവിന്റെ വരവിൽ പോകില്ല. അടുത്ത ചിലര് ഒരു കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളുടെ ആത്മീയ ജീവിതം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഗ്രാഫ് പോലെയാ. അത് ഇങ്ങനെ ഇടയ്ക്ക് ആത്മീയമാകും, പിന്നെ ജഡത്തിലേക്ക് പോകും, പിന്നെ ആത്മീയമാകും, പിന്നെ ജഡത്തിലേക്ക് പോകും. ഇതൊക്കെ തെറ്റാണ്. അത് ഉഷ്ണവാനും ശീതവാനും ഉമിണ് കളയുള്ളൂ. അതിനെ മനസ്സിലാക്കണം. നീ ആത്മാവിൽ നടത്തപ്പെടണം. ചില തെറ്റായ തിയറികളും ചില തെറ്റായ പ്രസംഗങ്ങളും അനേകരെ വഞ്ചിച്ചു കളഞ്ഞേക്കുക. ചില ദൈവദാസന്മാർ ഇപ്രകാരമുള്ള ചില പ്രസംഗങ്ങൾ കൊടുക്കുമ്പോൾ അവരോട് ചോദിക്കുന്നവരെ, നമ്മുടെ ജഡത്തിലല്ലേ നമ്മളെ നമ്മളെ ഏറ്റെടുക്കാതെ കർത്താവ് പോവോ? ഈ പ്രസംഗിക്കുന്നവൻ എവിടെയോ തെറ്റിക്കിടപ്പുണ്ട്. അവന് കൂട്ടുകാർ വേണം. അതിനാണ് ഇവൻ ഈ കൂട്ടുപിടിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം മനസ്സിലാക്കണമേ. നിങ്ങൾ ബുദ്ധിയുള്ളവരായി തീരണം. ആമേൻ. അവിടെ വായിക്കുന്ന എന്താണ്? ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അടുത്തത് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്. അപ്പൊ ദാസ്യത്തിന്റെ ആത്മാവുണ്ട്. അത് ജഡത്തെ അനുസരിക്കാനാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാസ്യത്തിന്റെ ആത്മാവ് എപ്പോഴും ജഡം പറയുന്നത് കേൾക്കുള്ളൂ. എന്നിട്ട് നമ്മളെ ആത്മാവിനെ അത് ചെയ്യാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് നമ്മളെ നൽകിയിരിക്കുന്നത് സ്വന്തം ദൈവത്തിന്റെ ശബ്ദം കേട്ട് സ്വന്തം നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തി അനുസരിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ജഡം അവിടെ കിടന്നുകൊണ്ട് കരയാനുള്ള എല്ലാ സ്വന്തം കാര്യങ്ങളും വകുപ്പുകളും അവിടെ കിടപ്പുണ്ട്. ജഡത്തിന് കരയാനും നിലവിളിക്കാനും ജഡത്തിന് എല്ലാവിധ ആവശ്യങ്ങളും അവിടെ കിടക്കുക. അതിനൊന്നും തീരുമാനം ഉണ്ടാകുന്നില്ല. നമ്മുടെ ആത്മാവ് സന്തോഷിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോഴും കടം കൊടുക്കാൻ അവിടെ കിടപ്പുണ്ടാകും, വീടിന്റെ പണി അവിടെ കിടപ്പുണ്ട്, തലമുറയുടെ കാര്യം കിടപ്പുണ്ട്. നമ്മൾ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ സാത്താൻ എന്നാ കാണിക്കുന്നത്? ചിലരെ പൊക്കിയിട്ട് വയ്ക്കും. ഇവിടെ ഇത്രയും പ്രശ്നം കിടക്കുമ്പോൾ നീ പ്രാർത്ഥനയാ പാട്ടാന്ന് പറയുന്ന നടന്നിട്ട് എന്നെ കാര്യം, ഇതിന് പരിഹാരം ഉണ്ടാക്ക്. സാത്താൻ ഈ പണി തുടങ്ങിയിട്ട് വർഷങ്ങളായേ. 2000 വർഷം മുമ്പ് കർത്താവിന്റെ അടുക്ക പോന്നിട്ട് പറയുക, നീ ഇതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ. താഴെ ദൂതന്മാരുണ്ട് കൈകൊണ്ട് പിടിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വിശ്വസിക്കൂല്ലോ പശിക്കാന്ന്. അടുത്തത് പറഞ്ഞു, ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തന്നേക്കാം, എന്നെ വീണങ്ങ് നമസ്കരിച്ചാൽ മതി എന്ന്. ആരംഭത്തിൽ പറഞ്ഞു, നിനക്ക് വിശക്കുന്നില്ലേ, ഈ കല്ലങ്ങ് അപ്പമായി തീരാങ്ങ് പറ. നിന്റെ കഷ്ടപ്പാടിന് തീരുമാനം വരുത്താതെ എന്നാ വിശ്വാസമാണാടാ പറയുന്നതെന്ന്. മനസ്സിലായോ സാത്താൻ പറയുന്നത് എങ്ങനെയൊക്കെയാന്ന്? അവള് നമ്മുടെ ആവശ്യം തീരാതെ എന്നാ ആത്മീയമാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഇങ്ങനെ പറയുന്നവരുണ്ട്. അതൊക്കെ വിട്ടൊഴിഞ്ഞോണം. കാര്യം ജഡത്തിന്റെ താല്പര്യങ്ങളെ സാധിപ്പിക്കാനല്ല പരിശുദ്ധാത്മാവ് വന്നത്. ദൈവാത്മാവ് വന്നത് നമ്മളെ ദൈവഹിതമനുസരിച്ച് നമ്മളെ നടത്താനാണ് വരുന്നത്.
ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ആത്മാവിൽ നടത്തപ്പെടുമ്പോൾ പല കാര്യങ്ങളും ജീവിതത്തിൽ പെൻഡിങ് കാണും. അത് ഓരോ സമയമെടുത്താണ് അത് നടത്തപ്പെടുന്നത്. പല കാര്യങ്ങളും ഒത്തിരി ടൈം എടുത്താണ് നടത്തപ്പെടുന്നത്. മറ്റുള്ളവർ ചോദിക്കും, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നിനക്ക് നേരത്തെ കാര്യങ്ങൾ എല്ലാം നടത്തി വിട്ടുകൂടെ, കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തുകൂടെ? അത് ശരിയാണ്. പക്ഷെ ആത്മാവിൽ നടത്തപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട് അതിൻ്റെ അകത്ത്. ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ഈ വേഗം വേഗം കാര്യം നടക്കണമെന്ന് പറയുന്നവരാരും ദൈവത്തിന് കീഴ്പ്പെടാനായിട്ട് മനസ്സ് വെക്കുന്നവരല്ല കേട്ടോ. മനസ്സിലായോ? വായിച്ചേ, ഇവിടെ വായിച്ചേ. ഇഷ്ടമുള്ള വാക്യം വായിച്ചാ പോരാ. ഇപ്പൊ വായിച്ചോണ്ടിരുന്ന ഭാഗം ഏതാ? ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ മതി. ഇവിടെ വായിച്ചോ, ബാക്കി വായിക്കാം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതായത് ക്രിസ്തു നമുക്ക് സമ്പാദിച്ചു തന്നത് ലോകത്തിൽ പുത്രനാകുന്ന യേശു ക്രിസ്തു ഇരുന്നുകൊണ്ട് പിതാവുമായിട്ടുള്ള ആ വലിയ അഭേദ്യ ബന്ധം, മുറിയാത്ത അഭേദ്യ ബന്ധം തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഹൃദയത്തിൽ നൽകേണ്ടതിനാണ് ജഡമെടുത്ത് പുത്രൻ ലോകത്തിൽ വന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ പിതാവുമായിട്ടുള്ള ആ സ്നേഹം നമ്മൾ എല്ലാ നേരത്തും നമ്മൾ നിലനിൽക്കേണ്ടതിന് വേണ്ടിയാണ് പുത്രനാകുന്ന യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഇരുന്നു കൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ ബന്ധം നമുക്ക് വേണ്ടി ഒരുക്കി നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ നൽകിയിരിക്കുന്നത്. വായിച്ചേ. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. കണ്ടോ, ഈ അഭേദ്യ ബന്ധം സ്വർഗീയ പിതാവിനെ, സർവശക്തനായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള ആ പ്രാഗൽഭ്യം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകുകയാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ആമേൻ. അങ്ങനെയെങ്കിൽ നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ, കണ്ടോ, പരിശുദ്ധാത്മാവ് താനും പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവ് മനുഷ്യാത്മാവിനോടുകൂടെ സാക്ഷ്യം പറയുന്നു. അപ്പോൾ നാം നമ്മുടെ വായിൽ നിന്ന് നാം ദൈവ പൈതലാണ്, കർത്താവിന്റെ പൈതലാണ്, എന്നെ വീണ്ടെടുക്കേണ്ടതിനാണ് സ്വർഗീയ പിതാവ് തന്റെ പ്രിയപുത്രൻ തന്നെ മടിയിലിരുന്ന ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചത്. എന്നോടുള്ള പിതാവിന്റെ സ്നേഹം പ്രദർശിപ്പിച്ചതാണ്. അതുകൊണ്ട് സ്വർഗീയ പിതാവേ, അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് എന്നെ സജ്ജമാക്കി. ഈ സജ്ജീകരിക്കുന്ന ഈ സജ്ജീകരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകിയെങ്കിൽ മാത്രമേ നമ്മൾ മക്കളാകുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹൃദയത്തിലില്ലാതെ ആർക്കും സ്വർഗീയ പിതാവിനെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. വാഗോട്ട് വിളിക്കാൻ പറ്റും പിതാവേ 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 എന്ന്. അത് ആർക്കാ കഴിയാത്ത? ഒരാത്മാവില്ല. വഴി കൂടെ നടക്കുന്ന എന്താ പറയുന്നത്, മദ്യപാനികളെ 4 പേരെ കൊണ്ട് നിർത്തിട്ട് അവരോട് പറയാം, അവര് പറയൂല്ലോ. അപ്പൊ അത് നാവോട് പറയുന്നല്ല, നമ്മുടെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആത്മാവ് അത് വെളിപ്പെടുത്തണം. പ്രാഗൽഭ്യം ഹൃദയത്തിൽ വേണം. ഹൃദയത്തിൽ ഭയമല്ല, പ്രാഗൽഭ്യമാണ് വേണ്ടത്. ഹൃദയത്തിൽ ആത്മസന്തോഷത്താലാണ് ഇത് വെളിപ്പെടുത്തുന്നത്. മനസ്സിലാകുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ടവന്റെ ഹൃദയം ഇങ്ങനെ കലങ്ങിക്കൊണ്ടിരിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടവന്റെ ഹൃദയം എപ്പോഴും വിഷമിച്ചിരിക്കുന്നില്ല, എപ്പോഴും ദുഃഖിച്ചു വാടിയിരിക്കുന്നില്ല. അത് പാപം ചെയ്തോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ടാണ് ഉള്ളം വാടിയിരിക്കുന്നത്. വായിച്ചേ, തുറന്നു വായിച്ചേ. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. കണ്ടോ, അപ്പോൾ ഈ കഷ്ടം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ള വഴി കൂടെ നടന്ന് ഭയങ്കര കഷ്ടം എന്ന് പറയുന്ന അതല്ല. നമ്മളുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജഡം പരിശുദ്ധാത്മാവിന്റെ ആലോചന അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ലോകത്തിൽ അത് കഷ്ടങ്ങൾ വരുത്തി വയ്ക്കും. പലരുടെ താല്പര്യങ്ങൾ നടക്കാതെ വരും. പലരെ പ്രസാദിപ്പിച്ചിരുന്നവർ ആ വഴി വിട്ടുപേക്ഷിക്കും. പഴയ സ്വഭാവങ്ങൾ, പഴയ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ദൈവാത്മാവ് നടത്തുന്ന വഴിയിലൂടെ ഈ പുതുമനുഷ്യൻ നടക്കാൻ തുടങ്ങുമ്പോൾ അവന് പലവിധമായ പ്രതിസന്ധികൾ അവിടുന്ന് എഴുന്നേറ്റ് വരുവാനിടയായി തീരും. ഇത് സഹിക്കാനാണ് കർത്താവ് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്.
മനസ്സിലായോ? ഇന്ന് പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്ന രോഗസൗഖ്യത്തിനും സ്തോത്രം ഹല്ലേലൂയ ഭൗതികമായ നന്മ വരാനും നിന്നെ അനുഗ്രഹമാണെന്ന് പറയാനും ആ ഒരു വിധത്തിൽ മാത്രം ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നവരെ യഥാർത്ഥത്തിൽ ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. രക്ഷിക്കപ്പെട്ടവന്റെ ആത്മാവിനെ പാപത്തിൽ വീഴാതെ, മനസ്സിലാക്കണം, പാപമാണ് വിഷയം, പാപമാണ് വിഷയം അല്ലേ? നമ്മുടെ ആത്മാവ് പാപത്തിലേക്ക് ചെല്ലരുത്. പാപം കയറി വരുന്ന ജഡത്തിലൂടെയാ. ജഡം പല പാപം ചെയ്യാനായിട്ട് അവനെ മോഹിപ്പിക്കുമ്പോൾ ആ പാപം ചെയ്യാതെ വണ്ണം ജഡത്തെ ദണ്ഡിപ്പിച്ചടക്കുമ്പോഴാണ് കഷ്ടങ്ങൾ വരുന്നത്. മനസ്സിലായോ? പല പാപങ്ങൾ ചെയ്യാതെ വണ്ണം നമ്മൾ പരിശുദ്ധാത്മാവിന് അനുസരിച്ച് വരുമ്പോൾ ജഡത്തിന്റെ അതിന്റെ മോഹം നടക്കാതെ വരും. ചില പാപങ്ങൾ ചെയ്യാതെ വണ്ണം ആ വഴി വിട്ടു വരുമ്പോൾ പല കഷ്ടങ്ങളിലൂടെ നടക്കേണ്ടതായിട്ട് വരും. അതിനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മനസ്സിലായോ? എല്ലാ പാപവും ചെയ്ത് തോന്നിവാസം എല്ലാം നടന്നിട്ട് കഷ്ടമാന്ന് പറഞ്ഞ അത് വെറും ഊടായ്പ് എന്ന് പറയാനേ പറ്റത്തുള്ളൂ അല്ലേ? ഈ വചനം എന്താ പറയുന്നത്? നമുക്ക് കഷ്ടം സഹിക്കുന്ന എപ്പോഴാണ്? ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനനുസരിച്ച് ജീവിക്കണം. പാപം ജഡത്തിൽ വസിക്കുമ്പോൾ ജഡം സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ആത്മാവിനെ പാപം ചെയ്യാൻ വശീകരിക്കുമ്പോൾ അത് പാടില്ല. അതിനെ അനുസരിച്ച ജഡത്തെ അനുസരിച്ചാൽ മരണം വരും. അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കണമെന്ന് കണ്ട് ആ പാപ വഴികളോട് ഗുഡ് ബൈ പറയുമ്പോഴാണ് ജീവിതത്തിൽ കഷ്ടങ്ങൾ വരാൻ തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ പലരും എതിരായി തീരും. ചില പാപങ്ങൾ എപ്പോഴും പരദൂഷണം പറയുന്ന ഒരു കൂട്ടര് നിന്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, അല്ലെ എപ്പോഴും കുറ്റം മാത്രം പറയുന്നവരുണ്ടെങ്കിൽ, നീ കുറ്റം പറയാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും നീ അതിനോടുകൂടെ പങ്കുചേരരുത്. അവർ ജഡത്തിലും പാപത്തിലും ഇരിക്കുന്നത് അവർക്ക് ബോധമില്ല. അതുകൊണ്ട് നീ സ്വന്തം ആത്മാവിനനുസരിച്ച് ജീവിക്കണം, അതിനോട് കൂട്ടുകെട്ടരുതെന്ന് പറയുമ്പോൾ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ നീ സംസാരിക്കാതിരിക്കുമ്പോൾ ഉടനെ നിന്നോട് ചോദിക്കാൻ തുടങ്ങും നിന്റെ വായിൽ എന്നാടാ പഴമാണോ? ഒരു കാര്യം പറയുമ്പോൾ നീ മിണ്ടാതിരിക്കുന്ന, ഇന്നലെ വരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നീ എന്നെ ഞങ്ങളോട് കൂടെ കൂടാത്ത. അപ്പൊ പറയുക എന്നോട് അങ്ങനെ ഇടപെടുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞു. തുടർന്ന് അടുത്തത് അവന് ഉപദ്രവേക്കേണ്ടതായിട്ട് വരും. പറയണമെന്ന് പറയും. പലവിധ കഷ്ടങ്ങൾ ഏൽക്കേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടോ? അനേക ദൈവദാസന്മാര്, അനേക ദൈവമക്കള് ഈ കഷ്ടം സഹിച്ചാണ് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പാപത്തിന് വഴിപ്പെടാതെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ കഷ്ടം വരുന്നത്. മനസ്സിലാക്കണം, ചിലർക്ക് ഇതുവരെയും ഹല്ലേലൂയ ഈ ജഡത്തിന്റെ കഷ്ടം എന്നാന്ന് അറിയത്തില്ല. അവർക്ക് ആ ബോധിച്ച വഴികളിലെല്ലാം ജീവിച്ചിട്ട് ഇതെല്ലാം ദൈവാത്മാവിലാന്ന് പറഞ്ഞ് നടക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടുമിക്ക പെന്തക്കോസിന്റെ അനുഭവത്തിലുള്ളവർ ഈ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. പാപം എല്ലാം ചെയ്ത് ജീവിക്കും. കൃത്യമായിട്ട് ഞായറാഴ്ച ആരാധനയെ കൂടും, കർത്തൃമേശയും കാണും, അതിന്റെ സാക്ഷ്യവും കാണും, കർത്താവ് നല്ലവനും വല്ലവനുമാകുന്നു, മക്കളെ വിടേണ്ടടുത്ത് വിടും, കാര്യങ്ങളെല്ലാം ചെയ്യും. ഇവരാരെയും പാപത്തിൽ വീഴാതെ, അല്ലെങ്കിൽ അവർ പാപ സ്വഭാവത്തിൽ വീഴാതെ സജ്ജീകരിക്കുന്ന ഉപദേശത്തിലേക്ക് വരാൻ ഇവരാരും തയ്യാറാകുന്നില്ല. സഭകൾ വലിയൊരു കൂട്ടം പാപത്തിൽ വിധേയപ്പെട്ട് കിടക്കുകയാണ്. പാപത്തിനെതിരെ സംസാരിക്കാത്ത ദൈവദാസന്മാരുടെ എണ്ണം വളരെ പെരുകിക്കൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. അവരെ ദൈവം വിളിച്ചതല്ല, അവരെ സംഘടനകൾ വിളിച്ചോ മറ്റുള്ളവർ വിളിച്ചൊക്കെ ആയിട്ട് ഇറങ്ങിയതാ. അല്ല, ദൈവം വിളിച്ചല്ല. ദൈവം വിളിച്ചാണ് ദൈവം പറയുന്നതേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? സംഘടന വിളിച്ചവനും മറ്റുള്ളവർ വിളിച്ചാക്കുന്നവരൊക്കെ അവരെ ഇവരെയും കണ്ടുകൊണ്ടിരിക്കും, പുസ്തകം വായിച്ചൊക്കെ കുറെ പ്രസംഗം ഒപ്പിക്കും. എന്നാൽ ദൈവാത്മാവ് നിന്നെ വേർതിരിച്ചതാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നതേ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. വായിച്ചേ അടുത്തത്. കണ്ടോ, നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലഘട്ടത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കാരണം എന്നാ? നമ്മളിൽ വരുവാനുള്ള ആ നിത്യമായ മഹത്വം. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മോഹങ്ങളെല്ലാം മാറും, ഈ അവസ്ഥകളെല്ലാം മാറും. മനസ്സിലായോ? ഇതൊന്നും ഈ അവസ്ഥ ഈ കാലഘട്ടമൊന്നും നിലനിൽക്കത്തില്ല. ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകവും ഇതിന്റെ മോഹമെല്ലാം കീഴ്മേൽ മറിയും. അതാർക്കും അറിയത്തില്ല. ദൈവസഭ എടുക്കപ്പെടുന്നതോടുകൂടി ഈ ഭൂമി ഈ അവസ്ഥയിൽ നിൽക്കത്തുള്ളൂ. അതിന്റെ ആരംഭ ദശയെല്ലാം കാണിച്ചു തുടങ്ങി. പ്രകൃതിക്ക് വ്യത്യാസം വരാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലാകുന്ന ഒരു വലിയ പ്രകൃതി ദുരന്തം വരുന്നു എന്ന് സയന്റിസ്റ്റുകളെല്ലാം പലയിടത്തുനിന്നും വിളിച്ചു പറയുന്നുണ്ട്. കാരണം അവർക്കാർക്കും അറിയത്തില്ല. ദൈവത്തിന്റെ കൽപ്പനയാണിത്. ദൈവസഭ എടുക്കപ്പെട്ട പിന്നീട് ഇവിടെ ഒരു ലോകം, ഇവിടെ ഒരു അവസ്ഥ, ഒരു ജീവിതം ഒരുത്തരുമില്ല. ഹല്ലേലൂയ. അങ്ങനത്തെ അവസ്ഥയിലേക്ക് ലോകം പോകാൻ പോവുകയാണ്.
ആമേൻ. അതിനു മുമ്പായി കർത്താവ് തന്റെ കൃപ പ്രാപിച്ചവരെല്ലാം ദൈവരാജ്യത്തിൽ എത്തേണ്ടതിന് ദൈവാത്മാവിൽ നമ്മൾ നടത്തപ്പെടണം. ഹല്ലേലൂയ. സോ ഇന്നും മറ്റൊരു വ്യക്തിയുടെ പ്രസംഗം കേട്ടു ഉപദേശം കേട്ടു മാത്രം ജീവിച്ച് പോകുന്ന ഒരു വ്യക്തി കാഹള ശബ്ദം കേൾക്കില്ല. അവർ ബുദ്ധിയില്ലാത്ത കന്യകമാർക്ക് തുല്യമായിരിക്കും. കാര്യം അവരുടെ കയ്യിലിരിക്കുന്ന വിളക്ക് കത്തുന്നില്ല ഈ സാഹചര്യങ്ങളിൽ. ഹല്ലേലൂയ. ദൈവാത്മാവിൽ നിന്ന് പ്രാപിച്ചതുമായിട്ട് വരുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ കടന്നു വരുന്നുണ്ട്. അതിന് കാരണം ഇതാണ്. സ്തോത്രം. അവർ ആത്മാവിൽ പാപത്തിന് നേരെ നിൽക്കാൻ അവർക്ക് ത്രാണിയില്ലാതായി പോവുകയാണ്. പാപത്തിന് നേരെ പ്രസംഗിക്കുന്നില്ല, പാപത്തിനെതിരെ നിൽക്കുന്നില്ല. ആമേൻ. വായിച്ചേ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കണ്ടോ, ഈ ഭൂമിയും സകല ചരാചരങ്ങളും ദൈവപുത്രന്മാരുടെ വെളിപ്പാട് എന്ന് പറഞ്ഞാൽ നാം തേജസ് പ്രാപിച്ച് മേഘത്തിൽ എടുക്കപ്പെടുന്നത് കാണാൻ വേണ്ടി സർവ സൃഷ്ടിയും സ്തോത്രം ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം സ്തോത്രം ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നത് വരെ രൂപാന്തരം പ്രാപിച്ച് തേജസ് പ്രാപിച്ച് രൂപാന്തര ശരീരത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് വരെയും സ്തോത്രം ഈ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ശ്രദ്ധിക്കണേ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഒരു കൂട്ടം ജനം രൂപാന്തരം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നത് കാത്തിരിക്കുന്ന ഒരു ഭൂമിയാണ് നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി. മനസ്സിലായോ? ഈ ഭൂമിയോടൊക്കെ നീ എന്താ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ള ഭൂമി പറയുന്നത്, ഇവിടെ ഒരു കൂട്ടം ജനമുണ്ട്, അവരുടെ പാദസ്പർശം ഞാൻ ഏൽക്കുന്നുണ്ട്. അവരുടെ ഈ പാദസ്പർശം എന്നിൽ നിന്ന് തേജസ് പ്രാപിച്ച് ദൈവരൂപം പ്രാപിച്ച് അല്ലെങ്കിൽ തേജസ്സുള്ള രൂപം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നത് വരെയും അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് ഈ ഭൂമി പറയും. ഹല്ലേലൂയ. സ്തോത്രം. അതിനായിട്ടാണ് ഇന്ന് ഇതെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വായിച്ചേ. കണ്ടോ, അപ്പോ രണ്ട് കാര്യമാണ്. ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതൽ ഈ ഭൂമിക്ക് വേണം, അല്ലേ? ഈ ഭൂമിയിലല്ലേ സകലതും നടന്നത്? സകല പാപികൾ എഴുന്നേറ്റത് ഈ ഭൂമിയിൽ നിന്നല്ലേ? അപ്പോൾ സകല പാപികളെ അടക്കം ചെയ്തിരിക്കുന്ന ഭൂമിയിലല്ലേ? അപ്പോൾ തന്നെ അനേക വിശുദ്ധന്മാരും സ്വന്തം നിദ്ര പ്രാപിച്ചിരിക്കുന്നത് ഭൂമി തന്നെയാണ്. എന്നാൽ ഈ ഭൂമിക്ക് ആവശ്യം ഈ ദ്രവത്വത്തിൽ നിന്നൊരു വിടുതൽ ആവശ്യമാണ്. എന്നാൽ നാം ദൈവമക്കൾക്ക് തേജസ് പ്രാപിക്കണം. രണ്ട് കാര്യമാണ്. ഈ ഭൂമിക്ക് ഈ ദ്രവത്വത്തിൽ ഒരു മാറ്റം വരണം, അല്ലേ? ഹല്ലേലൂയ. നമ്മൾ വായിക്കുമ്പോ സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം അതിന്റെ 20-ാം അധ്യായം 11-ാം വാക്യം ഇവിടെ വായിക്കുന്നത്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. ശ്രദ്ധിക്കണേ. അടുത്തത് സ്തോത്രം. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. മരിച്ചവർ. അപ്പോൾ ചോദിക്കുന്ന ബാക്കി, അപ്പൊ വേറെ ആരാ ഉള്ളത്? നിത്യജീവൻ പ്രാപിച്ചവര്. അവരെവിടെയാ? അവർ ക്രിസ്തുവിനോട് കൂടെയാ. ഇവരാരാ? ഇവർ മരിച്ചവർ, ആയുസിൽ ജീവൻ പ്രാപിക്കാതെ മരിച്ചുപോയവർ. അവരെഴുന്നേറ്റ് നിൽക്കുക. മരിച്ചാലും എഴുന്നേറ്റ് നിൽക്കും കേട്ടോ. ഈ ശരീരത്തോടു കൂടെ അല്ല, തേജസ് ഇല്ലാത്ത ശരീരത്തോടു കൂടെ എഴുന്നേറ്റ് നിൽക്കും. തേജസ് ഉള്ള ശരീരം, കർത്താവിന്റെ തേജസ് പ്രതിബിംബിക്കുന്നവരെല്ലാം ക്രിസ്തുവിനോട് കൂടെ എവിടെയാണ്? അങ്ങ് സ്വർഗീയ യെരൂശലേമിൽ ഇരിപ്പുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് ഇവിടെ വായിക്കുന്ന കാര്യം, പുസ്തകങ്ങൾ തുറന്ന് ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്ക് ഒത്തവണ്ണം ന്യായവിധി ഉണ്ടായി. അപ്പോൾ ന്യായവിധി വരാൻ പോകുക. അടുത്തത്, സമുദ്രവും തന്നിൽ മരിച്ചവരെ. ശ്രദ്ധിക്കണം. ഇത് വായിക്കുമ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഈ വാക്യം പറയുമ്പോൾ ഭൂമി അവിടെ ഇല്ല. അപ്പൊ ഭൂമി ഇല്ലാതെ സമുദ്രം ഉണ്ടെന്ന് അവിടെ പറയുന്നു. അതെങ്ങനെ? അല്ലേ? അവിടെ വായിക്കുന്നതിന് ഭൂമി അല്ല, സമുദ്രം ഏൽപ്പിച്ചു കൊടുത്തു. അടുത്ത, മരണവും പാതാളവും അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. ഈ രക്ഷിക്കപ്പെടാത്തവരെ അവരെ സ്തോത്രം അവരുടെ ശരീരം അടക്കം ചെയ്യുമ്പോൾ അവര് നിദ്ര പ്രാപിക്കുന്നത് സമുദ്രത്തിലും പാതാളത്തിലൊക്കെയാ, അല്ലേ?
ഹല്ലേലൂയ. പല വിശ്വാസങ്ങൾ അനുസരിച്ച് പഠിച്ചു വരുമ്പോൾ ഇവരുടെ ആത്മാവ് അവിടെ നിന്ന് പാതാളത്തിൽ പോയി, അല്ലെങ്കിൽ അവിടെ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു, പാതാളത്തിൽ ഏൽപ്പിക്കപ്പെട്ടു, സമുദ്രത്തിൽ ഏൽപ്പിക്കപ്പെട്ടു, അല്ലേ? സമുദ്രം ഏൽപ്പിച്ചു കൊടുത്തു, പാതാളം ഏൽപ്പിച്ചു കൊടുത്തു, അടുത്ത് മരണം ഏൽപ്പിച്ചു കൊടുത്തു, അല്ലേ? ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്ക വിധിയുണ്ട്. അടുത്ത 14-ാം വാക്യം. കണ്ടോ? മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അതായത് ശ്രദ്ധിക്കണം, അടക്കപ്പെട്ടവര്, മരണത്തിലും പാതാളത്തിലും അടക്കപ്പെട്ടവരെ ന്യായം വിധിച്ചിട്ട് അതോടുകൂടെ അവയെ ഗന്ധകത്ത് തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. അതായത് മരിച്ചു, പാതാളത്തിലും മരണത്തിലും അടക്കപ്പെട്ടവർ അവിടെ കിടക്കുമ്പോൾ തന്നെ അവയെ വീണ്ടും ഗന്ധകത്ത് തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നത് രണ്ടാം മരണം. ജഡത്തിന്റെ മരണത്തിൽ രക്ഷിക്കപ്പെടാത്തവൻ ജഡത്തിന്റെ മരണത്തോടുകൂടെ അവൻ നിത്യമരണത്തിലേക്ക് വീഴുകയാണ്. നിത്യമരണത്തിൽ വീഴുന്നവനെ ന്യായം വിധിച്ചതിന് ശേഷം അവനെ രണ്ടാം മരണത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചോ ഇതിന്റെ കാര്യങ്ങള്? അതിന്റെ ഭീകരത. മരണം എന്താണെന്നറിയോ? ദൈവത്തിന്റെ സാന്നിധ്യം അശേഷമില്ലാത്ത ഇടമാണ് മരണം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, അശേഷമില്ല. ഹല്ലേലൂയ. വായിച്ചേ അടുത്തത്. കണ്ടോ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അടുത്തത്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി, ശ്രദ്ധിക്കണം, സമുദ്രം ഇനി ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? പുതിയ ആകാശ പുതുവാന ഭൂമിയില് അങ്ങോട്ട് ഇറങ്ങി വരുന്ന എന്താണ്? ഈ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടോ? അപ്പോൾ സ്വന്തം നിത്യത സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടെ ചെന്നപ്പോ എന്ത് സംഭവിച്ചു? സ്വർഗീയ യെരൂശലേമില്, പുതുവാന ഭൂമിയില, ഈ ഭൂമിയല്ല. 1000 ആണ്ട് വാഴ്ചയൊക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഭൂമി, ആകാശവും ഭൂമിയും ഓടിപ്പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇത് പുതിയ ആകാശം, ഇത് പുതിയ ഭൂമി. അവിടെ എന്തില്ല? സമുദ്രമില്ല. അവിടെ സമുദ്രമില്ല. അപ്പോൾ ദൈവത്തിന്റെ ആ ഹോളി സിറ്റി, അല്ലേ, ആ വിശുദ്ധന്മാരുടെ പട്ടണം സ്വർഗത്തിൽ നിന്ന് ആ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഞാൻ ചോദിക്കട്ടെ, അവിടെ പോയാ പോരെ? അവിടെ പോയാ പോരെ? എന്തിനാ ഈ ഭൂമി കിടക്കുന്നത്? അവിടെ നമുക്ക് നിത്യമായ വാസസ്ഥലം ഒരുക്കി വെക്കുന്നെങ്കിൽ അവിടെ ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് ഓർത്തിന്ന് അധ്വാനിക്കുക, അതിനെക്കുറിച്ച് ഓർത്തിന്ന് കഷ്ടം അനുഭവിക്കുക. ഹല്ലേലൂയ. മരണത്തിലും പാതാളത്തിലും നിത്യമായ ഗന്ധകത്തെ തീപ്പൊയിലും വീഴുന്ന ഈ ആയുസിൽ മാത്രം ഇരുന്ന് സുവിശേഷം കേട്ടിട്ട് മാനസാന്തരപ്പെടാതെ നിത്യമരണത്തിനായിട്ട് കാത്തിരിക്കുന്നവരുടെ ഈ അല്പായുസിലുള്ള കാര്യവും ഈ അല്പായുസിലുള്ള ശേഷിപ്പും വിട്ടുകളാ പറ്റുമോ? ഇതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. എന്താണെന്നറിയാവോ? ഈ പുതുവാന ഭൂമിയിലാണ് നമ്മൾ വസിക്കാൻ പോകുന്നത്, അല്ലേ? ഹല്ലേലൂയ. അവിടെ മനസ്സിലാക്കണം, പുതുവാന ഭൂമിയില. ഹല്ലേലൂയ. അന്ന് അവിടെ ആരാ വരുന്നേ? അവിടെ ജീവിക്കുവാനായിട്ട് പോരുന്ന ആരാന്ന് ചോദിക്കുമ്പോ അതിന് പല എക്സ്പ്ലനേഷൻ ഉണ്ട്. ഒന്ന്, അന്ന് ആദാം മുതൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താ പറയുന്നത്, മന്ദബുദ്ധികളായിട്ടോ അല്ലെങ്കിൽ ജന്മന മരണപ്പെട്ടവരെല്ലാം അവരെ വീണ്ടും ഒരു അവസരം കൊടുക്കും എന്നൊക്കെ പറയുന്നു. ബൈബിളിൽ ഒരിടത്തത് കാണുന്നില്ല. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. എനിക്കറിയത്തില്ലാത്ത അറിയത്തില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാര്യം ഈ യെരൂശലേമിനെ കുറിച്ചാണ് നമ്മൾ ഇതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ വായിക്കുന്നത്, അല്ലേ? ഹല്ലേലൂയ. സ്വർഗീയ യെരൂശലേമിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ ഓരോന്നും അവിടെ വായിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കതൊന്ന് സ്തോത്രം അതെവിടെയാ? സ്തോത്രം. ഹല്ലേലൂയ. പുതിയ യെരൂശലേം നമ്മൾ 21-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചേ. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്നു.
7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണിവാർത്തയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിശുദ്ധിയിൽ ഉയർന്ന ഒരു വന്മലയിൽ കൊണ്ടുപോയി. ഇവിടെ വായിക്കുക. മൈക്ക് ഇച്ചിരി താത്തി വെച്ച് അങ്ങോട്ട് കയറി പിടിക്കുന്നു. മൈക്ക് ഇച്ചിരി താത്തി വെക്ക്. പറഞ്ഞോ. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ് ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ തേജസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. മനസ്സിലാക്കുന്നത് നമുക്ക് വെളിപ്പെടാനുള്ള തേജസ് പറയുമ്പോൾ നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെട്ടിട്ട് ഈ തേജസ് വഹിക്കുന്ന ഈ പട്ടണത്തിലേക്കാണ് നമ്മളെ കൊണ്ടുചെല്ലുന്നത്. നാം ചെല്ലുന്ന പട്ടണം രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ആ രത്നങ്ങൾ നമ്മുടെ തേജസ് പ്രതിബിംബിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ രത്നങ്ങൾക്ക് ഓരോന്നിനും വ്യത്യസ്ത നിറങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ തേജസ്, ദൈവ തേജസ്, ഈ പട്ടണത്തിന്റെ തേജസ്. നമ്മൾ പണ്ട് പാട്ടുകൾ ശോഭിത പട്ടണം അല്ലേ അത് നമ്മൾ പാടിക്കൊണ്ടിരുന്നത്. ഈ ശോഭിത പട്ടണം എന്താ? ഇതാണ്. ആമേൻ. വായിച്ചേ. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അതിന് പൊക്കമുള്ള വന്മതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേര് കൊത്തിയിട്ടുമുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു. അതിന്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിന്റെ മതിൽ അളന്നു. മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവും. ഇവിടെ മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവും ആയിരുന്നു. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി, ആറാമത്തേത് ചുവപ്പുകല്ല്, ഏഴാമത്തേത് പീതരക്തം, എട്ടാമത്തേത് ഗോമേതകം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് വൈഡൂര്യം, 11ാമത്തേത് പത്മരാഗം, 12ാമത്തേത് സുഗന്ധിരത്നം. 12 ഗോപുരവും 12 മുത്ത്. ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. അതായത് ശ്രദ്ധിക്കണം, ഈ വലിയ കോട്ടമതിലും അതിന്റെ അകത്ത് തെരുവ് വീതികളും തോട്ടങ്ങളും എല്ലാം ഉള്ളതാണ് ഈ സ്വർഗീയ യെരൂശലേം എന്ന് പറയുന്നത്. ഈ യെരൂശലേമാണ് പറന്ന് ഇറങ്ങുന്ന എങ്ങോട്ടാണ്? പുതിയ ഭൂമി, പുതുവാന ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, പുതുവാന ഭൂമി പുതുതായിരിക്കുന്നു, അവിടെ സമുദ്രമില്ല. അപ്പോൾ ഇത് ഇറങ്ങി വരുന്ന സമയത്ത് ഇതിന്റെ ശോഭ എത്ര ശ്രേഷ്ഠമാണെന്ന് ഓർക്കണം. അത് പുതുവാന ഭൂമിയിൽ ഈ സ്വർഗീയ യെരൂശലേം ഇറങ്ങി വരുമ്പോൾ അതിന്റെ തേജസ്സും ദൈവത്തിന്റെ തേജസ്സും കൊണ്ട് ഭൂമി മുഴുവൻ പ്രകാശിക്കുകയാണ്. മനസ്സിലാക്കണം ഇതിന്റെ ശ്രേഷ്ഠത എത്ര വലുതാണെന്ന്. ഈ കൾച്ചറിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ സിവിലൈസേഷനിലേക്കാണ് സ്വർഗം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഇരിക്കുന്ന പട്ടണം നമ്മളെ വഹിച്ചുകൊണ്ട് ദൈവത്തോടുകൂടെ യാത്ര ചെയ്ത് നമ്മളെ ദൈവം ആക്കി വെക്കുന്ന ഗ്രഹങ്ങളില്, നമ്മളെ ദൈവം ആക്കി വെക്കുന്ന പട്ടണങ്ങളില് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ആ വലിയ ശ്രേഷ്ഠകരമായ പദ്ധതി, ദൈവത്തിന്റെ തേജസ് നമ്മൾ വരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ തേജസ്. ഹല്ലേലൂയ. ഈ മൺശരീരം, രോഗം വഹിച്ച ഈ ശരീരം മാറിയിട്ട് തേജസ്സുള്ള ശരീരം പ്രാപിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. തുറന്നു വായിച്ചേ. മന്ദിരം അതിൽ കണ്ടില്ല.
ദൈവമായ കർത്താവും ആ കുഞ്ഞാടും ആ അതിന്റെ മന്ദിരമാവും. അതായത് നടുവിലുള്ള മന്ദിരം എല്ലാ ബിൽഡിങ്സും ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രധാന കെട്ടിടം അല്ലേ, അതാണ് അതിന്റെ മന്ദിരം. എന്നാൽ ആ മന്ദിരം അവിടെയല്ല, മന്ദിരത്തിന് പകരം ആരാ നിൽക്കുന്നത്? യേശു ക്രിസ്തു തന്നെയാണ് അതിന്റെ മന്ദിരമായിരിക്കുന്നത്. സകലത്തെയും പ്രകാശിപ്പിക്കുന്നവൻ ക്രിസ്തു തന്നെയായിട്ട് അതിന്റെ നടുവിൽ വാഴുകയാണ്. വായിച്ചേ. നഗരത്തിൽ പ്രകാശിപ്പിക്കുവാൻ ആ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ആ ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ച് ആ കുഞ്ഞാട് അതിന്റെ വിളക്കാകും. വിളക്കാകുന്നു. ആ ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. നടക്കും. ആ ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. ആ അതിന്റെ ഗോപുരങ്ങൾ ആ പകൽക്കാലത്ത് അടക്കിയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ഇല്ലല്ലോ. ആ ജാതികളുടെ മഹത്വവും ആ ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. ആ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ല ആ അശുദ്ധമായത് ആ യാതൊന്നും ആ മ്ലേച്ഛതയും ആ ദോഷവും ആ പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കുകയും. ശ്രദ്ധിക്കണം, ഇത് ഒരുപക്ഷെ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് ഈ പട്ടണം ഇറങ്ങി വരുന്നതാണ് ഈ ഭൂമിയിലേക്ക്. മനസ്സിലാകുന്നുണ്ടോ? ഇത് കഴിഞ്ഞ് ഇതേ പട്ടണം പുതുവാന ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇത് സ്വതം ദൈവത്തിന്റെ, അതായത് നമ്മൾ അവിടെ നോക്കുമ്പോൾ 20-ാം അധ്യായത്തിന്റെ അകത്തേക്ക് നോക്കുമ്പോൾ സ്തോത്രം 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 അതിൻ്റെ സ്തോത്രം സ്തോത്രം അതിൻ്റെ 20-7 മുതൽ വായിച്ച 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും അല്ലെ. അടുത്തത്, അവൻ ഭൂമിയിലെ 4 ദിക്കുകളിലുമുള്ള ജാതികളുമായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് ആ എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കുവാൻ പുറപ്പെടും. ആ വശീകരിക്കുന്നത് എങ്ങനെയാ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. എങ്ങനെയാ? സാത്താന്റെ എതിർ ക്രിസ്തുവിന്റെ, അതായത് കള്ളപ്രവാഞ്ച വാൻ തവള പോലെ ദുരാത്മാക്കള് പുറപ്പെടും. ഇപ്പൊ ഇത് വരുമ്പോ ഇവിടെ ആരില്ല, ഇവിടെ ആരാ ഉള്ളേ? ഇവിടെ സാത്താൻ മാത്രമല്ല, എതിർ ക്രിസ്തു ഇല്ല. സാത്താൻ തന്നെ ഓടി നടന്നത് ചെയ്യാൻ പോവുക. കാരണം എന്നാ? കാരണം ആ സമയത്ത് നാം പാപമില്ലാത്തത് കൊണ്ട്, മനസ്സിലാക്കണം, സാത്താൻ ഇല്ലാത്തത് കൊണ്ട് ആർക്കും പാപം ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു ജഡത്തിലുള്ള വ്യക്തിയുടെ ആവശ്യം അവിടെ വരുന്നില്ല. ആത്മാവിന് നേരിട്ട് ഇടപെടാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് സാത്താൻ തന്നെ അവിടെ നേരിട്ട് വരുന്നത്. കാര്യം ആത്മശരീരം പ്രാപിച്ച് തേജസ്സുള്ളവർ സ്വന്തം ഹല്ലേലൂയ കർത്താവിനോട് കൂടെ യെരൂശലേമിൽ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ രക്ഷിക്കപ്പെടാതെ, എന്നാൽ തന്നെ സ്തോത്രം 1000 ആണ്ട് തികയ്ക്കാതെ, സ്തോത്രം ആരെ പോലെ, നോഹയുടെ കാലഘട്ടം പോലെ 1000 വയസ്സിന് അടുത്ത് സ്തോത്രം ജീവിച്ചിരിക്കുന്നവർ അപ്പോൾ അവിടെ 1000 വർഷം തികയാതെ അവിടെ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് സാത്താൻ കടന്നു വരുന്നത്. വായിച്ചേ. പോയോ? അവിടെ തന്നെ വായിക്ക്. ഇവിടെ ശ്രദ്ധിക്കണം, അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും. ഏതായി പ്രിയ നഗരം? പ്രിയ നഗരമാകുന്ന എങ്ങനെയാ? ദൈവത്തിന്റെ ഓഹരി ഉള്ളടമാണ് പ്രിയ നഗരം. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത് വായിച്ചേ. ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ, അത് പിതാവായ ദൈവത്താൽ തന്നെ അത് നശിപ്പിച്ച് കളയുക ചെയ്യുന്നത്. മനസ്സിലാകണം. അടുത്തത്, അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. കണ്ടോ? അപ്പോ പിശാച് അപ്പോൾ അവൻ അഴിച്ചുവിട്ട് അവൻ ഭൂമിയിൽ ഈ യുദ്ധത്തിന് വേണ്ടി ഒരുക്കുമ്പോൾ കള്ളപ്രവാചകനും മൃഗവും, അതായത് എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും അപ്പോൾ എവിടെ കിടക്കുക? പാതാളത്തിൽ കിടക്കുക. മനസ്സിലാകുന്നുണ്ടോ? അവിടെ കിടക്കുകയാണ്. ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ അവൻ കിടക്കുകയാണ്. അങ്ങോട്ട് ഈ സാത്താനെയും കൂടെ തള്ളിയിടൂന്ന്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ വീണ്ടും അവന് അവസരം കൊടുക്കും. അതായത് ഈ സാത്താനെ വെച്ചിരിക്കുന്നത് എല്ലാ പരീക്ഷകളും സ്തോത്രം അനുവദിച്ചിട്ടും ദൈവസഭ ജയിക്കുന്ന രംഗമാണ് കാണുന്നത്. എല്ലാ പരീക്ഷകൾ അനുഭവിച്ചിട്ടും ദൈവത്തിന്റെ ഓഹരി ജയിച്ച് മുന്നേറുന്നതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷകൾ അനുവദിച്ചാലോ പരീക്ഷയോടുകൂടെ പോക്കുവഴി തരുന്ന ദൈവം അവിടെയും വിശ്വസ്തത പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നാം ഒരുങ്ങുക. ദൈവത്തിന്റെ രാജ്യത്തിനായി നമ്മളെ തന്നെ പൂർണ്ണമായി ഒരുക്കുകയും നമ്മൾ ഇന്ന് പകൽ നേരെ കേട്ട വചനത്തിൽ നിന്ന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. അഭാപിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നെങ്കിൽ നമ്മൾ ഇന്ന് പകൽ നേരം ഹല്ലേലൂയ ധൈര്യത്തോടും വിശ്വസ്തയോടും
മുന്നേറുവാൻ തക്കവണ്ണം സ്വർഗം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഈ വചനങ്ങളാൽ സ്വർഗം നമ്മളെ പരിപാലിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ഇന്ന് പകൽ നേരം കേട്ട ഈ വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി